ഓക്കെ, ചെറിയൊരു സിഗ്നൽ ഇഷ്യൂ കാരണമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. 13th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോയത്. മീൻ ആനുവൽ സാലറി ഓഫ് ഓൾ എംപ്ലോയീസ് ഇൻ എ കമ്പനി ഈസ് ₹25,000. Mean salary of male and female employees 27,000 and 17,000 respectively. Find the percentage of male and female employed in the company. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അത് ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു തരാം. കമ്പനിയിൽ 2 കാറ്റഗറിയാണ്, മെയിൽ സ്റ്റാഫുണ്ട്, ഫീമെയിൽ സ്റ്റാഫുണ്ട്. മെയിൽ സ്റ്റാഫിന് ആവറേജ് സാലറി 27,000. 27 ഒരിക്കലും 27 എന്നൊന്നും എഴുതരുത്, 27,000 എന്ന് എഴുതരുത്, 27 എന്ന് എഴുതുക. ഫീമെയിൽ സ്റ്റാഫിന് 17,000. കമ്പൈൻഡ് സെൻറ്ററിൽ കൊടുക്കുക. കമ്പൈൻഡ് ഇറ്റ് ഈസ് 25,000. ഇങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഡിഫറൻസ് നോട്ട് ചെയ്യുക. ഈ ഡിഫറൻസ്, ഈ 25, 17 ഡിഫറൻസ് 8, ഈ ഡിഫറൻസ് 2. ഇത്ര എഴുതി വെക്കാൻ പാടും. അപ്പോൾ ഇത് എഴുതാൻ ഈ പറഞ്ഞ് ഒരു 10 സെക്കൻഡ് മതി. മെയിൽ സ്റ്റാഫിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുക. പെർസെൻറ്റേജ് ഓഫ് മെയിൽ ഈക്വൽസ് 8 ഡിവൈഡഡ് ബൈ 2, 8. ആ ഡിഫറൻസിൻ്റെ സം 10 × 100. ദാറ്റ് മീൻസ് 80%. 80% മെയിൽ സ്റ്റാഫ് ആണെങ്കിൽ ഫീമെയിൽ സ്റ്റാഫ് അപ്പോൾ എത്ര ഉണ്ടാവും? പെർസെൻറ്റേജ് ഓഫ് ഫീമെയിൽ ഈക്വൽസ് 20%. മെയിൽ സ്റ്റാഫ് 80%, ഫീമെയിൽ സ്റ്റാഫ് 20%. ഇതായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. സ്കിൽഡ്, അൺസ്കിൽഡ്, മെയിൽ, ഫീമെയിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. സ്കിൽഡ് ഒരു സൈഡിൽ, അൺസ്കിൽഡ് മറ്റൊരു സൈഡിൽ, സെൻറ്ററിൽ ആവറേജ് കൊടുക്കുക. എന്നിട്ട് ഡിഫറൻസ് എഴുതി വെക്കണം. ആ ഡിഫറൻസ് ഒന്നും കൂടി നോക്കിക്കോണം. മെയിൽ 27, ഫീമെയിൽ 17, സെൻറ്ററിൽ നമ്മൾ കമ്പൈൻഡ് കൊടുത്തു. ആ ഡിഫറൻസ് 27ഉം 17ഉം നമ്മൾ ഡിഫറൻസ് 8 ആണ്. 27, 25 ഡിഫറൻസ് 2 ആണ്. മെയിൽ സ്റ്റാഫിൻ്റെ പെർസെൻറ്റേജ് ചോദിക്കും, നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. അപ്പോൾ 8/10 × 100. ഫീമെയിൽ സ്റ്റാഫിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ 2/10 × 100. അപ്പോൾ ആൻസർ വരേണ്ടത് 80 and 20. 80 and 20. 14th ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം, നമ്മുടെ ടൈം കുറച്ച് പോയതുകൊണ്ട്. ഇഫ് ദ വേരിയൻസ് ഓഫ് എക്സ് ഈസ് 18, വാട്ട് ഈസ് ദ വേരിയൻസ് ഓഫ് 2x + 5? ഓർത്തിരിക്കണം, വേരിയൻസ് ഓൺലി എഫക്റ്റഡ് ബൈ സ്കെയിൽ. ആ പ്രോപ്പർട്ടി ഒരിക്കലും മറക്കരുത്. Variance of x plus or minus b equals a square into variance of x. It is a square into variance of x. Similarly, variance of 2x plus 5 ആണ്, which is equal to, what about scale? 2 ആണ്. 2 square into variance of x. 2 square 4 ആണ്. Variance of x already given 18. Then answer correct അതിലുണ്ട്, which is equal to 72. ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അതിന് ആ പ്രോപ്പർട്ടി മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. ഈ പ്രോപ്പർട്ടി ഞാൻ ഒന്നും കൂടി കണക്ട് ചെയ്ത് എഴുതി തരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ബി, ഇറ്റ് ഈസ് മോഡുലസ് എ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, ബട്ട് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽസ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ആർ ഓൺലി എഫക്റ്റഡ് ബൈ ദ ഷിഫ്റ്റിംഗ് ഓഫ് സ്കെയിൽ. സ്കെയിൽ മാത്രമേ എഫക്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് 14th വൺ വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഞാൻ 15th വണ്ണിലേക്ക് പോവാണ്. 15th വൺ വേരിയൻസ് തന്നു, മീൻ തന്നു, സി വി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സി വി ഈക്വൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ഇസ് 12. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √12 ഡിവൈഡഡ് ബൈ മീൻ ഇസ് 40 × 100. √12 ഡിവൈഡഡ് ബൈ 40 × 100. കാൽക്കുലേറ്ററിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോ. √12 ഡിവൈഡഡ് ബൈ 40 × 100. കറക്റ്റ് ആൻസർ നമുക്ക് 8.65 എന്ന് ആൻസർ കിട്ടും. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു പോരെ കേട്ടോ. 16th വൺ ഇൻ എ ഗിവൺ സെറ്റ് ഇഫ് ഓൾ ഒബ്സർവേഷൻസ് ആർ ഈക്വൽ. അതാണ് ഇൻ എ ഗിവൺ സെറ്റ് ഇഫ് ഓൾ ഡാറ്റ ആർ ഓഫ് സെയിം വാല്യൂ. ദാറ്റ് മീൻസ് ഇഫ് ഓൾ ഒബ്സർവേഷൻസ് ആർ ഐഡൻറ്റിക്കൽ. നമ്മൾ എന്നും പഠിക്കുന്നതാണ്. ഒരു സീരീസിൽ എല്ലാ ഒബ്സർവേഷനും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, ഇഫ് ഓൾ ഒബ്സർവേഷൻസ് ഇൻ എ സീരീസ് ആർ ഐഡൻറ്റിക്കൽ, കെ ആണെങ്കിൽ, ഇഫ് ഓൾ ഒബ്സർവേഷൻസ് ആർ ഐഡൻറ്റിക്കൽ. സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പഠിക്കുന്ന അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ദെൻ മീഡിയൻ, മോഡ് ഒക്കെ സെയിം ആണ്, കെ ആണ്. ബട്ട് ഡിസ്പേർഷനിൽ വരുമ്പോൾ ഇഫ് ഒബ്സർവേഷൻസ് ആർ ഐഡൻറ്റിക്കൽ, ഡിസ്പേർഷൻ ഈസ്
സീറോ. ഡിസ്പേർഷൻ എന്നും സീറോ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, QD, MD എല്ലാം സീറോ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സീറോ ആണ്, ദെൻ വേരിയൻസ് ഓൾസോ സീറോ. അപ്പോൾ അതായിരുന്നു ക്വസ്റ്റ്യൻ. എല്ലാ ഒബ്സർവേഷനും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, സെയിം വാല്യൂസ് ആണെങ്കിൽ വേരിയൻസ് ഈസ് സീറോ കേട്ടോ. 17th one, arithmetic mean between two numbers is 5. Geometric mean is 4. What is the value of harmonic mean? നമ്മൾ പഠിച്ച റിസൾട്ടാണ്. AM, HM രണ്ട് നമ്പേഴ്സിൻ്റെ മാത്രമാണ്. ഈ പ്രോപ്പർട്ടി രണ്ട് നമ്പേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അരിത്മെറ്റിക് മീൻ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5. ജോമെട്രിക് മീൻ ഈസ് 4. വാട്ട് ഈസ് ഹാർമോണിക് മീൻ? അപ്പോൾ റിസൾട്ട് മറക്കണ്ട. AM ഇൻറ്റു HM ഈക്വൽസ് GM സ്ക്വയർ. ആ റിസൾട്ടുകൾ ഒന്നും കൂടി മെമ്മറിയിൽ വരാൻ ഞാൻ പണ്ടത്തെ റിസൾട്ടുകൾ ഒന്നുകൂടി എഴുതുന്നു. അരിത്മെറ്റിക് മീൻ ഫോർ ടു ഒബ്സർവേഷൻ ഇറ്റ് ഇസ് A+B/2. Geometric mean equals square root of AB. Harmonic mean equals 2AB/A+B. ആ റിസൾട്ടും കൂടി ഇവിടെ നമുക്ക് ആവശ്യമില്ല, എങ്കിലും കണക്ട് ചെയ്ത് പറഞ്ഞത് മാത്രമേ. ഹാർമോണിക് മീൻ ഇറ്റ് ഈസ് 2AB/A+B. ഇവിടെ നിന്നാണ് ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയത്. AM ഇൻറ്റു HM ഈക്വൽസ് GM സ്ക്വയർ. അതിൽ അവർ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അരിത്മെറ്റിക് മീൻ 5 ആണ്. സോറി, AM ഇൻറ്റു HM ഈക്വൽസ് GM സ്ക്വയർ. കറക്റ്റ്. ക്വസ്റ്റ്യൻ വന്ന HM അല്ലേ? HM ഈക്വൽസ് GM ഇറ്റ് ഈസ് 4 ആണ്, 4 സ്ക്വയർ. ദെൻ HM ഈക്വൽസ്, ആൻസർ കറക്റ്റ് ആണ്, 16 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു 3.2 എന്ന ആൻസർ കിട്ടും. 17th one. 18th ക്വസ്റ്റ്യനിലേക്ക് നോക്കും. 18th one എല്ലാം ഈ ഫസ്റ്റ് ചാപ്റ്റർ തിയറി, സെക്കൻഡ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, ഈ മൂന്ന് ടോപ്പിക്കിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലും അറൗണ്ട് 15 ക്വസ്റ്റ്യൻസ് അതിൽ വന്നു പോയിട്ടുണ്ടാവും. ആവറേജ് ഓഫ് 15 numbers, 15 students is, average age of 15 students is 9 years. Okay. Out of them, the average age of 5 is 13 and average of 8 is 5 years. What is the average of remaining students? അപ്പോൾ ടോട്ടൽ 15 മെമ്പേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വെക്കുക. 15 മെമ്പേഴ്സ്, മീൻ ആവറേജ് ഏജ് 9 years. അവിടെ തന്നെ സം ചെക്ക് ചെയ്യണം. സം എന്നും ഓർക്കണം, n ഇൻറ്റു എക്സ് ബാർ ആണ്. ദാറ്റ് മീൻസ് 15 ഇൻറ്റു 9 ആണ്. ഇറ്റ് ഈസ് 135. ഇനി അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഔട്ട് ഓഫ് ദം ആവറേജ് ഓഫ് 5 ഈസ് 13. n ഈക്വൽ ടു 5 ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് ഇറ്റ് ഈസ് 13. അവിടെ നിന്ന് നമുക്കൊരു സമ്മ് കിട്ടും. ആ സമ്മ് 5 ഇൻറ്റു 13 വിച്ച് ഇസ് ഈക്വൽ ടു 65. അടുത്ത കേസിൽ അഗെയിൻ അവർ പറഞ്ഞിട്ടുണ്ട് 8 ഒബ്സർവേഷൻസ് ആണ്, n 8 ആണ്. ആ 8 ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് അവർ ക്വസ്റ്റ്യനിൽ തന്നത് 5 ആണ്. അവിടെയും ഒരു സമ്മ് കിട്ടി. ദാറ്റ് സം ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 40. അപ്പോൾ ടോട്ടൽ 15 ഒബ്സർവേഷൻസ് സം ചെയ്യുമ്പോൾ 135 ആണ്. അതിൽ 5 ഒബ്സർവേഷൻസിൻ്റെ സമ്മ് 65 ആണ്. 8 ഒബ്സർവേഷൻസിൻ്റെ സമ്മ് 40 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 105 കിട്ടും. 105 കിട്ടി. ഡിഫറൻസ് എന്ന് പറയുന്നത് 30 ആണ്. ടോട്ടൽ 15 ഒബ്സർവേഷൻസിൻ്റെ സമ്മ് 135. അതിൽ 5 + 8 + 5 13 ഒബ്സർവേഷൻസിൻ്റെ സം 105. ഇനി ബാലൻസ് എത്രയുണ്ട്? റിമൈനിങ്. അപ്പോൾ 5ഉം 8ഉം 13 ആയി. ഇനി റിമൈനിങ് 2 ഒബ്സർവേഷൻസ്. ആ 2 ഒബ്സർവേഷൻസിൻ്റെ സം ആണ് ബാലൻസ്. 135, 105 ഡിഫറൻസ്, ഇറ്റ് ഇസ് 30. Then average is equal to 30 divided by 2 which is equal to 15. Average of remaining observation is 15. ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറഞ്ഞാൽ സമ്മാണ്. സം ഇങ്ങനെ ചെക്ക് ചെയ്ത് പോക്കണം കേട്ടോ. അപ്പോൾ അത് 18th one ആവറേജ് 15. 19th one പ്രോബബിലിറ്റിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ടിക്കറ്റ് നമ്പേർഡ് 1 to 20 മിക്സ്ഡ് അപ്പ്. Then a ticket is drawn at random. What is the probability that ticket drawn is a number which is multiple of 3 or 7? അപ്പോൾ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമ്മൾ പിക്ക് ചെയ്യുന്ന നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 or 7. 3 or 7. മൾട്ടിപ്പിൾ ഓഫ് 3 or 7. A or B ആണ്. അപ്പോൾ രണ്ട് കേസും വെരിഫൈ ചെയ്ത് നോക്കണം. A or B. P of A plus B minus ഇൻ്റർസെക്ഷൻ ആണ്. ഇൻ്റർസെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം. 20ൽ നോക്കുക. 20 നമ്പേഴ്സ് ആണ്. A ഇറ്റ് ഈസ് ഫസ്റ്റ് ഇവൻ്റ് A ആണ്. ഇറ്റ് ഈസ്
multiple of 3. 20ൽ 3യുടെ multiples 6 cases. B, it is multiple of 7 ആണ്. 20ൽ 7ൻ്റെ multiples 2. A intersection B ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചില കേസിലുണ്ടാവും. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 3 and 7 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 21 ആണ്. 20ൽ 21ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടാവില്ല. ഈ ഒരു കേസ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ രണ്ട് കേസ് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ അഡീഷൻ തിയറം പറയുന്നത് എ യൂണിയൻ ബി, എ ഓർ ബി, ദാറ്റ് ഈസ് എ യൂണിയൻ ബി. എ പ്ലസ് ബി മൈനസ് ഇൻ്റർസെക്ഷൻ ആണ്. ഇതിൽ എയിലുള്ള മെമ്പേഴ്സ് നോക്കിയപ്പോൾ 6 കേസസ്, ബിയിൽ 8 കേസസ്. ഇൻ്റർസെക്ഷൻ ഇവിടെ ഇല്ല. അല്ലേ, ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ ആകെ 8 കേസസ് ഉള്ളൂ. ദെൻ 8 ഡിവൈഡഡ് ബൈ 20. 8 ഡിവൈഡഡ് ബൈ 20 ആണ് ആൻസർ വരേണ്ടത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 by 20 നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം. 2/5 ഓപ്ഷനിൽ ഉണ്ടാവണം ആൻസർ എന്നാണ് വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് 2/5 കറക്റ്റ് ആൻസർ ആണ്. ഇറ്റ് ഈസ് 2 divided by 5. അത് പ്രോബബിലിറ്റിയിൽ ബേസ് ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് എന്ന് നമ്മൾ സ്കൂൾ ലെവലിൽ വരെ ഓർത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ്പ് ഇയർ ഹാസ് 53 സൺഡേ. ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിൽ 53 സൺഡേസ് ഒക്കർ ചെയ്യുന്നതിനുള്ള ചാൻസ് നിങ്ങൾക്കൊക്കെ അറിയാം. എത്രയാണ് ലീപ്പ് ഇയറിൽ? 2/7. 2/7 ഞാൻ ചെയ്യാൻ പറയുന്നില്ല. ലീപ്പ് ഇയറിൽ 2/7, നോൺ ലീപ്പ് ഇയറിൽ ഇറ്റ് ഈസ് 1/7. ഈ ക്വസ്റ്റ്യൻ 3 കോയിൻ ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. 3 coins are tossed. What is the probability of getting 2 heads together? 2 ഹെഡ് ഒരുമിച്ച് കിട്ടണം. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 3 coins are tossed. Then we have 2 cube. 8 outcomes ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ 8 ആണ്. അതിലെടുത്ത് പറയുന്നുണ്ട് വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads ടുഗദർ. 2 ഹെഡ് വരുന്ന 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഹെഡ് വരുന്ന കേസ് നോക്കിയാൽ കാണാം. H, H, T, H, T, H, T, H, H. ഇത് 2 തവണ ഹെഡ് ഒക്കർ ചെയ്യുന്ന ഈ 3 കേസുള്ളൂ. പക്ഷെ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് 2 heads ടുഗദർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കേസായിട്ട് ഇതെടുക്കാം, എച്ച് എച്ച് ടി എടുക്കാം, മറ്റൊരു കേസ് ടി എച്ച് എച്ച്. ഈ 2 കേസിലും മാത്രമേ ഹെഡ് രണ്ടും 2 heads together. What is the probability of getting 2 heads together? അപ്പോൾ ആൻസർ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 2 ആണ്. 2/8 which is equal to 1/4. ഓപ്ഷനിൽ ഉണ്ടാവും ആൻസർ. ഇറ്റ് ഈസ് 1 divided by 4. 22nd. ഒരു ക്ലാസ്സിൽ 10 boys and 20 girls, of which half boys and half of the girls have blue eyes. പകുതി. Question: what is the probability that a student selected at random is a boy and has blue eye? Boy with blue eye. Probability of getting a boy with blue eye. അതിൽ നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ബോയ് ആണ് വിത്ത് ബ്ലൂ ഐ. 10 boys ആണ്. അതിൽ പകുതി പേർ, half of them with blue eyes. അപ്പോൾ ആൻസർ വരുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 5 divided by അല്ലേ, ബ്ലൂ ഐസ് ഉള്ള ബോയ്സ് എന്ന് പറയുന്ന 5 കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇറ്റ് ഈസ് 30. ആൻസർ ഇറ്റ് ഈസ് 1/6. ആൻസർ ഇറ്റ് ഈസ് 1 divided by 6. ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒന്നുമല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു കേസ്. പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് സെലക്റ്റഡ് അറ്റ് റാൻഡം ഈസ് എ ബോയ് ആൻഡ് ഹാസ് ബ്ലൂ ഐ. ഇനി 23rd ക്വസ്റ്റ്യൻ. ഒരു മെഷീനാണ്, 2 പാർട്സ് ആണ്, എയും ബിയും. ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് ഈച്ച് പാർട്ട് ഈസ് സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഇൻ പാർട്ട് എ ഈസ് 8%, 0.08, ആൻഡ് ബി ഡിഫക്റ്റീവ് ഒക്കർ ചെയ്യുന്നുള്ള ചാൻസ് 5% ആണ്. ആ മെഷീൻ എന്ന് പറയുന്നത് 2 AB componentsന്റെ കോമ്പിനേഷനാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് വിൽ നോട്ട് ഹാവ് എനി ഡിഫക്റ്റ്? അതിൻ്റെ മീനിങ് എ നോൺ ഡിഫക്റ്റീവ് ആൻഡ് ബി ഈസ് നോൺ ഡിഫക്റ്റീവ്. ഈ 2 പാർട്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ മെഷീൻ ആവുന്നത്.
ഇത് രണ്ടും നോൺ ഡിഫക്റ്റീവ് ആകുമ്പോഴേ അസംബിൾഡ് പാർട്ട് നോൺ ഡിഫക്റ്റീവ് ആവും. എ നോൺ ഡിഫക്റ്റീവ് ആൻഡ് ബി ഓൾസോ നോൺ ഡിഫക്റ്റീവ്. അപ്പോൾ എ നോൺ ഡിഫക്റ്റീവ് ഒക്കർ ചെയ്യുന്നുള്ള ചാൻസ് 0.92, ഡിഫക്റ്റീവ് ഒക്കർ ചെയ്യുന്നുള്ള ചാൻസ് 0.088% ആണ്. അപ്പോൾ നോൺ ഡിഫക്റ്റീവ് 92%, ആൻഡ് ബി ഓൾസോ നോൺ ഡിഫക്റ്റീവ്, ബി നോൺ ഡിഫക്റ്റീവ് 0.95. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 0.95 ഇൻറ്റു 0.92, കറക്റ്റ് ആൻസർ എന്ത് കിട്ടും? 0.874. അത് ഒരു സിമ്പിൾ ലോജിക്, അത്രയേ ഉള്ളൂ. ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 24th ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നത്. 24th ക്വസ്റ്റ്യൻ എ തന്നു, ബി തന്നു, ഇൻ്റർസെക്ഷൻ തന്നു, എ ഗിവൺ ബി ആണ്. എ ഗിവൺ ബി ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. എ ഗിവൺ ബി ഈക്വൽസ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്ന് മാത്രം. എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഇതിൽ അവർ ഓൾറെഡി ഇൻ്റർസെക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1/6 ആണ്, ഡിവൈഡഡ് ബൈ ബി ഓൾസോ ഗിവൺ 3/4. ആൻസർ 1/6 ഇൻറ്റു 4/3 കട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് 2, ദിസ് ഇസ് 3. ആൻസർ 2/9 ഉണ്ടാവും ഓപ്ഷനിൽ. ഇറ്റ് ഈസ് 2/9. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എപ്പോഴും ഓർത്തിരിക്കണം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ എടുക്കാനായിട്ട് പലപ്പോഴും ഈ ഡയഗ്രം ഓർമ്മയിൽ ഉണ്ടാവണം. പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ ബേസ് ആണ്. ഈ ഡയഗ്രം ഓർത്തിരിക്കുക. ഈ ഏരിയ എ, ഇത് ബി ആണെങ്കിൽ ഈ ഷെയ്ഡഡ് ഏരിയയിൽ ഓൺലി എ, ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഈ ഏരിയയിൽ ഇവിടെ ദിസ് ഇസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി, ഓൺലി ബി. അപ്പോൾ എപ്പോഴും കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എ ഗിവൺ ബി, എ കോംപ്ലിമെൻറ്റ് ഗിവൺ ബി, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഷുവർ വന്നിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഈ ഏരിയ മെഷർ ചെയ്യാൻ പറ്റണം. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഈ ഷെയ്ഡഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? ഈ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്യാം. എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ, ഈ പോർഷൻ കിട്ടണമെങ്കിൽ ഫ്രം എ ഇൻ്റർസെക്ഷൻ മൈനസ് ചെയ്താൽ ആൻസർ എടുക്കാം. ഒന്നെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഫ്രം എ യൂണിയൻ ബി, എ യൂണിയൻ ബിയിൽ നിന്ന്, ഈ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇങ്ങ് അറ്റം വരെ, ഇത് ഇവിടം വരെ, ഫ്രം എ യൂണിയൻ ബി ഏത് മൈനസ് ചെയ്താൽ മതി? ബി മൈനസ് ചെയ്യാം. ഇതുപോലുള്ള ആ ഡയഗ്രവും കൂടി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കി പോക്കണം. ഇപ്പോൾ ഇതിൽ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. എ ഗിവൺ ബി മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ പോസിബിലിറ്റീസ് എ ഗിവൺ ബി കോംപ്ലിമെൻറ്റ് വരാം, എ കോംപ്ലിമെൻറ്റ് ഗിവൺ ബി വരാം, എ കോംപ്ലിമെൻറ്റ് ഗിവൺ ബി കോംപ്ലിമെൻറ്റ് വരാം. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഒരു പക്ഷേ ഇനി നമ്മൾ അടുത്ത എക്സാമിൽ കാണാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യനും ഇതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എ നമ്പർ ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം ഫ്രം ദ ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ടഡ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 and 4 ആണ്. തൊട്ട് മുമ്പ് ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, അത് 3 or 4 ആണ്. ഇത് 3 and 4 ആണ്. അപ്പോൾ ഇതിൽ ഒറ്റ കേസ് മാത്രമേ നോക്കേണ്ടതുള്ളൂ. and 4, that is multiple of 12. 3 and 4, that means multiple of 12. 50ൽ 12ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ആകെ 4 കേസ് മാത്രമേ ഉള്ളൂ അല്ലേ? അതാണ് ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ 3 or 4 ആണ്. ഇത് 3 and 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 12, that means only 4 cases. 4 divided by 50, ഇതായിരിക്കണം ആൻസർ കിട്ടേണ്ടത്. കട്ട് ചെയ്താൽ 2/25. ആൻസർ ഇവിടെ ഉണ്ട് 2/25. ഇത് ഫോക്കസ് ചെയ്യണേ. എക്സാമിന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ആൻസർ ചെയ്യുന്നത് 3 or 4 ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് 3 and 4 ആണ്. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 12 ഓൺലി. 50ൽ 12ൻ്റെ ഓൺലി 4 മൾട്ടിപ്പിൾസ്, ദെൻ ആൻസർ 4/50. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. 26th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വാർട്ടൈൽ 56 ആണ് Q1, തേർഡ് ക്വാർട്ടൈൽ 77 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കണ്ട. കോഎഫിഷ്യൻ്റ് ഓഫ് QD ഈക്വൽസ് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1 ഇൻറ്റു 100. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആൻസർ കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കിക്കോണം. 15.79 എന്നാണ് ആൻസർ പറയുന്നത്. 15.79 ചെയ്ത് നോക്കുക. ഡയറക്റ്റ് അതിന് 2 ഫോർമുല ഉണ്ട് കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് QD അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. QD ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് QD ഈക്വൽസ് QD ഡിവൈഡഡ് ബൈ മീഡിയൻ ഇൻറ്റു 100. ചിലപ്പോൾ ഇതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ അതിൽ ഓർത്തിരിക്കേണ്ടത് ക്വാർട്ടർ ഡീവിയേഷനിൽ ഓർത്തിരിക്കേണ്ടത് ഇൻ്റർ ക്വാർട്ടർ റേഞ്ച് ഇറ്റ് ഈസ് Q3 മൈനസ് Q1 ആൻഡ് സെമി ഇൻ്റർ ക്വാർട്ടർ റേഞ്ച് ഇറ്റ് ഈസ് സെയിം ആസ് ക്വാർട്ടർ ഡീവിയേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതൊക്കെ ഓർത്ത് പോകണം കേട്ടോ. ഇനി 27th ക്വസ്റ്റ്യൻ.
ഇനി പതുക്കെ അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നു, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക്. സ്ക്യൂനെസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും ഗ്രാഫ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾവേസ് സിമെട്രിക്. കറക്റ്റ് മിഡിൽ പോയിന്റ് മ്യൂ ആണ്. ഓൾവേസ് സിമെട്രിക് അബൌട്ട് മ്യൂ മീൻ. ഇവർ ചോദിച്ചത് സ്ക്യൂനെസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും സിമെട്രിക് ആണ്, അതുകൊണ്ട് തന്നെ അതിന് സ്ക്യൂനെസ് ഇല്ല, 0 ആണ്. സ്ക്യൂനെസ് ഓൾവേസ് 0. ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം കേട്ടോ. 28th ക്വസ്റ്റ്യൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഏരിയയൊക്കെ നോക്കി പോകണം. ഈ സൈഡിൽ നിന്ന് പ്രോബബിലിറ്റി ആൻഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആണ്. ബൈനോമിയൽ, പോയ്സൺ, നോർമൽ പക്ക നല്ല നീറ്റായിട്ട് നോക്കി പോക്കണം. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കണം, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫംഗ്ഷൻ പി ഓഫ് എക്സ് ഈക്വൽസ് e raised to minus lambda, lambda raised to x divided by x factorial. E raised to minus lambda, lambda raised to x divided by x factorial. Formula enter ചെയ്യുമ്പോൾ p of x equal to 2. That is e raised to minus lambda, lambda raised to 2 divided by 2 factorial. ആ formula x ന് 2 കൊടുത്തു. Equals e raised to minus lambda, lambda raised to 3 divided by 3 factorial. Divided by 3 factorial. E raised to minus lambda cancel. Lambda square lambda cube cancel. Balance ഇവിടെ lambda വരും. കട്ട് ചെയ്യുമ്പോൾ 1/2 equals lambda divided by 3 factorial, it is 6. 1/2 equals lambda divided by 6, that is 2 lambda equal to 6. Then lambda equals 3. Lambda 3 ആണ്. മറക്കരുത്, പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ലാംഡ, വേരിയൻസ് ലാംഡ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ലാംഡ, മോഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ലാംഡയുടെ വാല്യൂ മതി. ലാംഡ ഇൻഡിജർ ആണെങ്കിൽ 2 മോഡ് എഴുതണം, ലാംഡ ആൻഡ് ലാംഡ -1. ലാംഡ ഡെസിമൽ വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ 3.5 എന്നാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. 3.5 ആണെങ്കിൽ ഡെസിമൽ പാർട്ട് എടുക്കരുത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ലാംഡയാണ്. ഇവിടെ ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയത് 3 ആണ്. ദെർഫോർ ആൻസർ റൂട്ട് 3 കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കിപ്പോക്കണം, ബൈനോമിയൽ, പോയ്സൺ ആൻഡ് നോർമൽ. അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലാണ്. ഇതിൽ ആൻസർ ഉണ്ട് റൂട്ട് 3. 28th ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. 29th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഞാൻ അതിനോട് കണക്ട് ചെയ്ത് പോകുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് NP. ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പറഞ്ഞു പോകുന്നു. ബൈനോമിയൽ ട്രയൽസ് ബെർണോളിയൻ ട്രയൽസ് ആണ്. Function NCX, P raised to X, Q raised to N minus X. X takes the value 0, 1, 2, 3 up to N. Mean NP, variance NPQ, standard deviation root NPQ. അതിൽ ഏറ്റവും important property in binomial distribution, mean always greater than variance. അടുത്ത പ്രോപ്പർട്ടി, ബൈനോമിയൽ ഓൾവേസ് സിമെട്രിക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വിച്ച് വിൽ ബി സിമെട്രിക്? ബൈനോമിയൽ വിൽ ബി സിമെട്രിക് ഓൺലി വെൻ P equals Q equals half. P equals Q equals half. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് പഠിക്കുന്നു, ഞാൻ പറയുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറയുകയാണ്. പി ക്യു ഈക്വൽ ആണെങ്കിൽ, പിയും ക്യൂവും ഈക്വൽ ആണെങ്കിൽ ബൈനോമിയലിൻ്റെ ഗ്രാഫ് സിമെട്രിക് ആണ്. പക്ഷേ പി ലെസ് ദാൻ ഹാഫ് ആണെങ്കിൽ, ഇഫ് പി ഈസ് ലെസ് ദാൻ ഹാഫ് ആണെങ്കിൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ലെസ് ദാൻ ഹാഫ് ആണെങ്കിൽ ഇറ്റ് ഈസ് സ്ക്യൂഡ് ടു ദി റൈറ്റിലേക്കായിരിക്കും സ്ക്യൂനെസ്. അതുപോലെ പി ഗ്രേറ്റർ ദാൻ ഹാഫ് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഹാഫ് ആണ് കിട്ടുന്നതെങ്കിൽ ഇത് സ്ക്യൂഡ് ടു ദി ലെഫ്റ്റ് ആയിരിക്കും. അതും കൂടി ഒന്ന് നോക്കിപ്പോക്കണം. 3 കേസാണ്. സിമെട്രിക് ആണെങ്കിൽ പിയും ക്യൂവും ഈക്വൽ ആണ്. പി ഗ്രേറ്റർ ദാൻ ഹാഫ് വരുന്ന കേസിൽ, പി ഗ്രേറ്റർ ദാൻ ഹാഫ് വരുന്ന കേസിൽ സ്ക്യൂനെസ് ലെഫ്റ്റ് സൈഡിലേക്കും, ലെസ് ദാൻ ഹാഫ് വരുന്ന കേസിൽ റൈറ്റിലേക്കുമായിരിക്കും സ്ക്യൂനെസ്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് റൂട്ട് NPQ കേട്ടോ.
ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രോബബിലിറ്റി ആണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പഠിക്കുമ്പോൾ ആ ഏരിയ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോർമലാണ്, സ്പീഡാണ്, ഹൈറ്റ്, വെയിറ്റ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസിൽ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നോക്കാം. സ്പീഡാണ്, സ്പീഡ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 80, that is mu equals 80. മ്യൂവിൻ്റെ വാല്യൂ അവർ കൊടുത്തിട്ടുണ്ട് 80. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽസ് 9.4. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബൈക്ക് ട്രാവലിംഗ് സ്പീഡ് ഇസ് മോർ ദാൻ 95 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് സ്പീഡാണെങ്കിൽ we have to find p of x is greater than 95. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ എന്നും ഓർത്തിരിക്കണം, നോർമലിൻ്റെ ഗ്രാഫ് എന്നും സിമെട്രിക് ആണ്, കറക്റ്റ് മിഡിൽ മ്യൂ ആണ്. ബട്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ മസ്റ്റാണ്. മിഡിൽ 0 കൊണ്ടുവരണം, സെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെഡിലേക്കുള്ള കൺവേർഷൻ എന്നും ഓർത്തിരിക്കണം. ഞാൻ ജസ്റ്റ് സെഡ് എന്ന് എഴുതിയാൽ മതി, എന്തെങ്കിലും ഞാൻ പറയുകയാണ് ഓർക്കാൻ. ജസ്റ്റ് മ്യൂ മൈനസ് ചെയ്യുക, സിഗ്മ ഡിവൈഡ് ചെയ്യുക. റൈറ്റ് സൈഡിലും 90 ഫ്രം 95 അവിടെ നിന്നും മ്യൂ മൈനസ് ചെയ്യുക, സിഗ്മ ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞു, സിമെട്രിക്കായി സെഡിലേക്ക് കൺവേർട്ട് ചെയ്തു. Z greater than വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ 95 മൈനസ് വാട്ട് അബൌട്ട് മീൻ ഇറ്റ് ഈസ് 80 ഡിവൈഡഡ് ബൈ 9.4 ആണ്. ഇതിൽ വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടുന്നത് Z greater than 95 minus 80 divided by 9.4 is equal to 1.59, approximate 1.6. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഗ്രാഫ് മറക്കരുത്. Z greater than 1.6 സിമെട്രിക് ആണ്, കറക്റ്റ് മിഡിൽ 0 ആണ്. ഈ റൈറ്റ് സൈഡിൽ ഇവിടെ വേണം 1.6 മാർക്ക് ചെയ്യണമെങ്കിൽ 1.6 ഇവിടെയാണ്. ഇത് പ്ലസ് ഇൻഫിനിറ്റി, ദിസ് ഇസ് മൈനസ് ഇൻഫിനിറ്റി. സെറ്റ് ഗ്രേറ്റർ ദാൻ 1.6 നമുക്ക് വേണ്ടത് ഈ ഏരിയയാണ്. നമുക്ക് വേണ്ടത് ദിസ് ഏരിയ റെപ്രസെൻറ്റ്സ് പ്രോബബിലിറ്റി. ഇനി അവർ ക്വസ്റ്റ്യനിൽ തന്ന ഹിൻഡ് നോക്കിയാൽ കാണാം, 0 to 1.6ൻ്റെ ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ അവർ ഹിൻഡ് കൊടുത്തിട്ടുണ്ട് 0.4452. അപ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടോട്ടൽ ഏരിയ റെപ്രസെൻറ്റ്സ് ടോട്ടൽ പ്രോബബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 1. അതുകൊണ്ട് 0 to infinity 50% 0.5 ആണ്. 0.5 നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡഡ് ഏരിയയാണ്. അപ്പോൾ 0 to infinity 50% 0.5. ഫ്രം 0.5 ഈ 44 പോയിൻറ്റ്, അതായത് 50%ൽ നിന്ന് 44.52% മൈനസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ എത്ര കിട്ടും ആൻസർ എന്ന് ചെയ്ത് നോക്കിക്കോണം. ഇതിൻ്റെ ആൻസർ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇവർ കൊടുത്തിട്ടുണ്ട് 5.48%, 0.0548 സംതിങ്, ഇങ്ങനെ ഒരു ആൻസറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് 0.5ൽ നിന്ന് 0.4452 മൈനസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കി വരണം, എക്സാമിന് പോകുമ്പോൾ നോക്കണം. ഇനി റിഗ്രഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് 31. 2 റിഗ്രഷൻ ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. 2 റിഗ്രഷൻ ലൈൻസ് ആണ്. ഫസ്റ്റ് റിഗ്രഷൻ ലൈൻ 4x plus 3y plus 7 is equal to 0. Second, 3x plus 4y plus 8 is equal to 0. ഇത് നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ അന്ന് ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇക്വേഷൻസ് അനലൈസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ എക്സാമിന് ചെന്നിരിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും സ്റ്റെപ്പുകൾ എഴുതാൻ ടൈമില്ല, ഇമ്മീഡിയറ്റ് ആൻസർ ആയിരിക്കണം. അന്ന് ഞാൻ ഷോർട്ട് കട്ടുകൾ പറഞ്ഞിട്ടുണ്ട് പണ്ടും. ഈ മിഡിലെ സൈൻ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ സൈൻ നെഗറ്റീവ് സൈൻ ആയിരിക്കും. 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ് നെഗറ്റീവ് ആയിരിക്കും. 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ സൈൻ നെഗറ്റീവ് സൈൻ. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, കോറിലേഷൻ കോഎഫിഷ്യൻ R has the same sign as that of regression coefficients. That is, if both bxy and byx are negative, then R will be negative. If both bxy and byx are positive, then R will be positive. പക്ഷേ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഒരിക്കലും വരില്ല. അതായത് 4x plus 3y plus 7 equal to 0 എന്നും 4 അല്ലെങ്കിൽ 3x minus 4y plus 8 equal to 0 ഇങ്ങനെ വരില്ല. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ മനസ്സിലാക്കണം ഗിവൺ ലൈൻസ് ആർ നോട്ട് റിഗ്രഷൻ. അതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും R പോസിബിൾ അല്ല. അപ്പോൾ തിരിച്ചറിയേണ്ടത് ഈ പ്രോബ്ലത്തിൽ ഈ മിഡിൽ 2 സൈനും പോസിറ്റീവാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ സൈൻ പോസിറ്റീവ് അല്ല വരിക,
നെഗറ്റീവ് സൈനാണ്, അതായത് സ്ലോപ്പ് നെഗറ്റീവാണ് വരിക, ബി വൈ എക്സും ബി എക്സ് വൈയും. അപ്പോൾ ആറിൻ്റെ സൈൻ ഇട്ടു, നെഗറ്റീവ് റൂട്ട് ഇട്ടു. ഞാൻ പറയുന്നുണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 4 16, 3 × 3 9. ഇമ്മീഡിയറ്റ് ആൻസർ ആണ് 9/16. റൂട്ട് 9 3 ആണ്, റൂട്ട് 16 4 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ -3/4. ഇതായിരിക്കണം ആൻസർ കിട്ടേണ്ടത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിളും കൂടി ഞാൻ എഴുതിയിടുന്നു, നോക്കിക്കോ. 2x - 3y = 60, 5x - 8y which is equal to 20. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അവിടെ മനസ്സിലാക്കണം, ഇവിടെ രണ്ടും സൈൻ നെഗറ്റീവ് സൈനാണ്. അപ്പോൾ ആറിൻ്റെ സൈൻ പോസിറ്റീവ് സൈൻ ആയിരിക്കും. റിഗ്രഷൻ കോഎഫിഷ്യൻസ് പോസിറ്റീവ് ആണ്. ആറിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. റൂട്ട് ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 16ഉം ഇത് 15ഉം. റൂട്ടിനുള്ളിൽ r² ആണ്. r² മാക്സിമം 1 വരൂ. അപ്പോൾ ന്യൂമറേറ്ററിൽ എപ്പോഴും ചെറിയ വാല്യൂ വേണം കൊടുക്കാൻ, ഡിനോമിനേറ്ററിൽ വലിയ വാല്യൂ. ഓക്കെ, ആ ഒരു ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ വരേണ്ടത് 15/16. റൂട്ട് ഓഫ് 15/16. ഇങ്ങനെയാണ് ആൻസർ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് മാത്രം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 റിഗ്രഷൻ ലൈൻസ് തന്നു. ഫൈൻഡ് മീൻ വാല്യൂസ്. മീൻ വാല്യൂസ് ഓർത്തിരിക്കണം. 2 റിഗ്രഷൻ ലൈൻസ് പാസിംഗ് ത്രൂ മീൻ വാല്യൂസ് x ബാർ, y ബാർ. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് x-ന് x ബാർ, y-ക്ക് y ബാർ കൊടുക്കാം. ഇവിടെ x-ന് x ബാർ, y-ക്ക് y ബാർ കൊടുക്കാം. മീൻ വാല്യൂസ് കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഒരിക്കലും ഇക്വേഷൻ സോൾവ് ചെയ്യാനൊന്നും പോകരുത്. ജസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇത് 2x + 3y + 1 ആണ്. എനിവേ അത് 0 കിട്ടണമെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവിനുമുള്ള ചാൻസ് ആണ് അതിലുള്ളത്. കറക്റ്റ് ആയിരിക്കും. 1ഉം -1 നോക്കിയാൽ കാണാം. x-ന് 1ഉം y-ക്ക് -1ഉം കൊടുത്താൽ 2 - 3 + 1, 2 - 3 + 1 കറക്റ്റാണ്. -3 + 1 = 0. ഇവിടെയും x-ന് 1ഉം -1ഉം കൊടുത്താൽ y-ക്ക് കൊടുത്താൽ 5 - 6, -1 + 1 = 0. അപ്പോൾ ആൻസർ -1 ആൻഡ് +1. മീൻ വാല്യൂസ് കാണാൻ പറഞ്ഞാൽ 2 റിഗ്രഷൻ ലൈൻസ് ജസ്റ്റ് സോൾവ് ചെയ്താൽ മാത്രം മതി. എങ്കിലും ഞാൻ അവിടെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുവാണ്. x - y = 2, x + y = 2. നിങ്ങൾക്കറിയാം ഈ 2 ലൈനും എന്തല്ല, റിഗ്രഷൻ ലൈൻസ് അല്ല. ഗിവൺ ലൈൻസ് ആർ നോട്ട് റിഗ്രഷൻ. എന്തുകൊണ്ടാണ്? മിഡിലെ സൈൻ ഓപ്പോസിറ്റ് സൈൻ. അവിടെ മനസ്സിലാക്കണം, ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നതെങ്കിൽ വി കനോട്ട് ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. 6 മാത്രമല്ല, മീൻ വാല്യൂസും അവിടെ പോസിബിൾ അല്ല. അതെന്തുകൊണ്ടാണ്? ഓൺലി റിഗ്രഷൻ ലൈൻസ് പാസിംഗ് ത്രൂ ദ മീൻ വാല്യൂസ്, ബട്ട് ഹിയർ ദ ഗിവൺ ലൈൻസ് ആർ നോട്ട് റിഗ്രഷൻ. അതൊക്കെയാണ് ഇതിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. BYXും BXYയും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ കോറിലേഷൻ കോഎഫിഷ്യന്റ്. BYXും BXYയും തന്നു. ഫൈൻഡ് ദ കോറിലേഷൻ. R is equal to √BXY into BYX ആണ് കറക്റ്റ് ആൻസർ. നമുക്കിവിടെ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. BXYയും BYXും തന്നു. കറക്റ്റ് ആൻസർ 0.47 കിട്ടും. ആ ഫോർമുല ഒന്ന് ഓർത്തിരുന്നാൽ മതി. BXY into BYX. 34. റാങ്ക് കോറിലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ റാങ്ക് ആണോ തന്നതെന്ന് നോക്കണം. ഫൈൻഡ് റാങ്ക് കോറിലേഷൻ ബിറ്റ്വീൻ മാർക്സ് ആണ്, കുട്ടികളുടെ സ്കോർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റാങ്കിങ് മസ്റ്റാണ്. റാങ്ക് ചെയ്ത് RXും RYയും Dയും D² എഴുതി തന്നെ വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട്. റാങ്ക് കാണാനായിട്ട് ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വേണമെങ്കിൽ എഴുതിയിടാം. ഇങ്ങനെ ഹയസ്റ്റ് വാല്യൂ ഈ ഓർഡറിൽ റാങ്ക് ചെയ്യുക. 1, സെക്കൻഡ് റാങ്ക് ഇവിടെ 8ന് കൊടുക്കണം. തേർഡ് റാങ്ക് 4th, ഇത് 5th, ഇത് 6th. ഇതുപോലെ Y സീരീസിനെയും റാങ്ക് ചെയ്യണം. റാങ്ക് ചെയ്യുമ്പോൾ ഹയസ്റ്റ് 1, this is second rank, this is third rank, fourth rank, fifth and sixth. ഇനി നമ്മൾ എഴുതേണ്ടത് D എഴുതണം. 6 - 3 3, 4 - 4 0, 2 - 1 1, 5 - 2 3, here 3 and here it is 4. ഇനി D² എഴുതണം. 9 0 1 9 9 9 9 അല്ലേ 9 9 4. അങ്ങനെയാണ് നോക്കണേ, ചെയ്ത് നോക്കിക്കോണം. ഞാൻ നോക്കുന്നില്ല. സിഗ്മ D². ഇതുപോലെ RX എഴുതണം, RY എഴുതണം, D എഴുതണം, D² എഴുതണം. സിഗ്മ D² ചെക്ക് ചെയ്യുമ്പോൾ കാണാം സിഗ്മ D² = 44 ആണ് കിട്ടേണ്ടത്. കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോണേ. ഒന്ന് റാങ്കിങ് ഒന്ന് നോക്കണം.
റാങ്ക് ചെക്ക് ചെയ്യുക. സിഗ്മ ഡി സ്ക്വയർ 44 ആയിരിക്കും. അപ്പോൾ ഐഡിയ ഞാൻ പറഞ്ഞു പോകാം, സമയമില്ല. RX തരും, RX തന്നിട്ടില്ല, RX എഴുതണം, RY എഴുതണം, D എഴുതണം, D സ്ക്വയർ എഴുതണം. ഈ കോളത്തിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത് സിഗ്മ ഡി സ്ക്വയർ. അത് കിട്ടുമ്പോൾ അത് എത്രയാണെന്ന് വെരിഫൈ ചെയ്യണേ. R equals 1 minus 6 sigma d square divided by n into n square minus 1. ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ പക്ക ആൻസർ കിട്ടും. അതിൽ എടുത്ത് പഠിക്കേണ്ട പോയിന്റ്, ഇതൊക്കെ പ്രോബ്ലമൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. നിങ്ങൾ സമയം പോലെ ചെയ്തെടുക്കുക. ഡി കോളത്തിൻ്റെ സം ഏത് പ്രോബ്ലം ചെയ്താലും അത് മറക്കരുത് ഒരിക്കലും. ഡി കോളത്തിൻ്റെ സം എന്ന് പറയുന്നത് എന്നും എന്തായിരിക്കും? 0 ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ സമയം കളയുന്നില്ല. 35 എന്ന് പറയുന്നത് y ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അവിടെ തന്നെ ക്ലിക്ക് ചെയ്യണം, റിഗ്രഷൻ ആണ്. y ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ഇക്വേഷൻ എന്ന് പറയുന്നത് y on x ഇക്വേഷൻ ആണ്. y ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ y on x ഇക്വേഷൻ. അവർ തന്ന റിസൾട്ടുകൾ നോക്കിക്കോണം. y ഡിപ്പെൻഡൻ്റ് ആണ്, x ഇൻഡിപെൻഡൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും വൈയും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് x is equal to 5. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y is equal to 8 തന്നു. R-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. R is equal to 0.8. What is the regression coefficient of y on x? y on x-ന്റെ coefficient byx ആണ്. byx is equal to R into standard deviation of y divided by standard deviation of x. ഇതും ചെയ്ത് നോക്കണം നിങ്ങൾ. R-ന്റെ വാല്യൂ 0.8 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y 8 divided by 5. 0.8 into 8 divided by 5 ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ ഇറ്റ് ഈസ് 1.28 കേട്ടോ. അപ്പോൾ അതിൽ ഓർത്തിരിക്കേണ്ടത് റിഗ്രഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രഡിക്ഷൻ ഓഫ് ഓൺലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നിങ്ങൾക്ക് എക്സ് എന്നോ വൈ എന്നോ ഡിനോട്ട് ചെയ്യാം. എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ നിങ്ങളുടെ ഇക്വേഷൻ എക്സ് ഓൺ വൈ, വൈ എന്ന് മാർക്ക് ചെയ്താൽ വൈ ഓൺ എക്സ്. റിഗ്രഷൻ ലൈൻസ് ഡിറൈവ്ഡ് ബൈ യൂസിങ് ദ മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. റിഗ്രഷൻ ലൈൻസ് പാസിംഗ് ത്രൂ ദ മീൻ വാല്യൂസ്. ഇനി അതിൽ പഠിക്കേണ്ട പ്രോപ്പർട്ടി, രണ്ട് റിഗ്രഷൻ ലൈൻസ് എപ്പോൾ ഐഡൻറ്റിക്കൽ കോയിൻസൈഡ് ചെയ്യുന്ന ചോദിച്ചാൽ പറയണം രണ്ട് റിഗ്രഷൻ ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്നത് വെൻ R is perfect. That means either +1 or -1. Second case, രണ്ട് റിഗ്രഷൻ ലൈൻസ് എപ്പോൾ പെർപെൻഡിക്കുലർ ആവുമെന്ന് ചോദിച്ചാൽ പറയണം then R is equal to 0. അടുത്തത് BXY BYX മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BXY into BYX റിഗ്രഷൻ കോയിഫിഷ്യൻസ്, അതിൻ്റെ പ്രോഡക്റ്റ് R square is the coefficient of, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? രണ്ട് റിഗ്രഷൻ the product of two regression coefficients, it is the coefficient of determination R square. R square-ന്റെ മാക്സിമം വാല്യൂ 1. അവിടെ എടുത്ത് പറയും BXY into BYX R square maximum 1. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരും, ഈ 1 regression coefficient is greater than 1, what about other must be less than 1. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അത് പ്രോപ്പർട്ടീസ് ഒക്കെ റിഗ്രഷൻ്റെ കുറേ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. എല്ലാ പ്രോപ്പർട്ടിയും ഓർഡറിൽ നോക്കി വരണം. ഏതെങ്കിലും ഒരു ചെറിയ ക്വസ്റ്റ്യൻ വന്നു പോകും കേട്ടോ. 35. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഈസ് കോൾഡ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആണ് സിൻസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ബോത്ത് ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ബോത്ത് ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, രണ്ട് ടെസ്റ്റുകളും സാറ്റിസ്ഫൈ ചെയ്താൽ ഐഡിയലാണ്. 4 ടെസ്റ്റുകളാണ് നമ്മൾ അഡിക്യൂസി ടെസ്റ്റ് ചെയ്യാനായിട്ട്. യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് സർക്കുലർ ടെസ്റ്റ്. ബട്ട് ഐഡിയൽ ആവാൻ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, ഓൺലി ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ. ക്വസ്റ്റ്യൻ നമ്പർ 37 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് പീരിയഡ്സ് ഇൻഡെക്സ് നമ്പർ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. എല്ലാ വാല്യൂസും അവർ കൊടുത്തിട്ടുണ്ട്. P1 Q0 കൊടുത്തിട്ടുണ്ട് 106. P0 Q0 ഇറ്റ് ഈസ് 83. ആൻസർ വരേണ്ടത് 106 ഡിവൈഡഡ് ബൈ 83 into 106 divided by 83 into 100 ചെയ്ത് നോക്കണം. ആൻസർ 127.71. ഇതുപോലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻഡെക്സ് മെഷേഴ്സ് ദ ചേഞ്ച് ഫ്രം മന്ത് ടു മന്ത് ഇൻ ദ കോസ്റ്റ് ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്. മന്ത് ടു മന്ത്, എവറി മന്ത് ചേഞ്ചസ്, ഫ്ലക്ച്വേഷൻ. കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ ഫ്ലക്ച്വേഷൻ അല്ല നോക്കുന്നത്, മന്ത് ടു മന്ത്. ഇങ്ങനെ വരുന്ന കേസിൽ സാധാരണ നമ്മൾ നോക്കുന്നത് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ചെക്ക് ചെയ്യണം. അവിടെയാണ് ഈ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന റേറ്റുകളിലൊക്കെ വളരെ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം.
ഇനി ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ 150, പാഷീസ് ഇൻഡെക്സ് നമ്പർ 140, L ആണ്. നമുക്ക് ഫോർമുല അറിയാം. F is equal to root of L into P. Fishers index number, it is ideal index number. It is the geometric mean of last periods and Fishers index numbers. Geometric mean ആണ്. That is root L into P. F equals root L into P. Therefore, F square equals LP. F square equals LP. നമുക്ക് വേണ്ടത് ഏതാണ്? Lൻ്റെ വാല്യൂ ആണ്. L for last period. F square by P, that means 150 square divided by 144. ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടും 156.25. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, in price index number when a new commodity is required to be added. പുതിയ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഷിഫ്റ്റഡ് പ്രൈസ് ഇൻഡെക്സ്, സ്പ്ലൈസിങ്, ഡിഫ്ലേറ്റിംഗ് പ്രൈസ് ഇൻഡെക്സ്, വാല്യൂ ഇൻഡെക്സ്. നമ്മൾ ഓർത്തിരിക്കണം, വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്നും ഓർത്തിരിക്കണം കറണ്ട് വാല്യൂവിനെ ബേസ് വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ഇതാണ് വാല്യൂ ഇൻഡെക്സ്, ട്രൂ വാല്യൂ ഇൻഡെക്സ്. അവിടെ ഒരു ഷിഫ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. ഡിഫ്ലേറ്റഡ് വാല്യൂ ഓർ റിയൽ വാല്യൂ, ഡിഫ്ലേറ്റഡ് വാല്യൂ അതായത് ബേസ് ഇയറിൽ അല്ലേ പ്രൈസിൽ വരുന്ന റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ആ റിയൽ വാല്യൂ ബേസിൽ, അപ്പോൾ അന്ന് ബേസ് ഇയറിൻ്റെ വാല്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ കറണ്ട് പ്രൈസ് ബൈ കറണ്ട് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. റിയൽ വാല്യൂവിൻ്റെ പ്രോബ്ലംസ് ഇഷ്ടംപോലെ വരുന്നതാണ്. റിയൽ വാല്യൂ കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കറണ്ട് പ്രൈസ് ബൈ കറണ്ട് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. പിന്നെ ഒരു ഓപ്ഷൻ വന്നത് സ്പ്ലൈസിംഗ് ആണ്. സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ബേസ് ഇയേഴ്സിലുള്ള രണ്ട് സീരീസിനെ കമ്പൈൻ ചെയ്ത് അല്ലെ മെർജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പ്ലൈസിങ്. അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ ഏതാണ്? ഷിഫ്റ്റഡ് പ്രൈസ് ഇൻഡെക്സ് ആണ് ഇതാണ് ഫസ്റ്റ് മോക്കിൽ നമ്മുടെ ഡിസ്കഷൻ വരുന്നത്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട്, നമുക്ക് ടൈം വല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു, വെരി ഫാസ്റ്റ് ഞാൻ കുറച്ചുകൂടി ആ സെക്കൻഡ് മോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് പറഞ്ഞു പോവാണ്. സ്പീഡായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. റേഞ്ച് ആണ്. അവിടെ ഞാൻ എടുത്തു പറയുകയാണ്, ഇതിൽ ഒത്തിരി ഒന്നും നോക്കരുത്. റേഞ്ച് എന്ന് പറയുന്ന മെഷറിൽ ഇറ്റ് ഈസ് ഓൺലി എഫക്റ്റഡ് ബൈ സ്കെയിൽ. ഓൺലി എഫക്റ്റഡ് ബൈ സ്കെയിൽ. ഒറിജിൻ ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല. ഇറ്റ് ഈസ് ഓൺലി എഫക്റ്റഡ് ബൈ സ്കെയിൽ. ഡിസ്പേർഷൻ ആണ്. നോട്ട് എഫക്റ്റഡ് ബൈ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ, ഓൺലി എഫക്റ്റഡ് ബൈ സ്കെയിൽ. അതുകൊണ്ട് തന്നെ ഇതിൽ നോക്കുമ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എഫക്റ്റഡ് ബൈ സ്കെയിൽ. ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റേഞ്ച് ഈസ് അൺഎഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ഒറിജിൻ ബട്ട് ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ സ്കെയിൽ. റേഞ്ച് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഒറിജിൻ, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ സ്കെയിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ, ഇൻ കേസ് ഓഫ് എക്സ്ട്രീം സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ. എക്സ്ട്രീം സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 2, 8, 10, 12 ഒരു സീരീസിൽ ഒബ്സർവേഷൻസ്. അതിലൊരു 100 ഉണ്ടെങ്കിൽ ഈ 100നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്ട്രീം വാല്യൂ. ഇതാണ് എക്സ്ട്രീം സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ. നമ്മൾ എന്നും പഠിക്കുന്നതാണ്. എക്സ്ട്രീം വാല്യൂസ് ഗ്രേറ്റ്ലി എഫക്റ്റഡ് ബൈ, ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ആവറേജ് ഏതാണെന്ന് ചോദിച്ചാൽ അരിത്മെറ്റിക് മീനിനെയാണ്. എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് അരിത്മെറ്റിക് മീനിനെയാണ്. എക്സ്ട്രീം വാല്യൂ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വന്നത് ഡിസ്പേർഷനിലാണ്. ഓർത്തിരിക്കണം, ഡിസ്പേർഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും മീൻ ഡീവിയേഷനിലും മീനിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് വിച്ച് ഈസ് ദ ബെസ്റ്റ് മെഷർ എന്നാണ് ചോദിച്ചത്. എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കുറവ് ഇതിലാണെന്നാണ് ചോദിച്ചത്. റേഞ്ചിൽ എച്ചും എല്ലുമാണ്. എച്ചും എല്ലും എക്സ്ട്രീം പോയിൻറ്റ്സ് ആണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. മീനുള്ള എല്ലാ സ്ഥലത്തും എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്ന മെഷർ മിഡിൽ 50% ആണ്. അതിൽ എക്സ്ട്രീം വാല്യൂ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആൻസർ ഇവിടെ എക്സ്ട്രീം വാല്യൂസിൻ്റെ ലീസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇൻ കേസ് ഓഫ് എക്സ്ട്രീം സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ വിച്ച് ഈസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കുറവ് വരുന്നത് ഡിസ്പേർഷനിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. സെൻട്രൽ ടെൻഡൻസിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അരിത്മെറ്റിക് മീനിനെയാണ്. ലീസ്റ്റ് എഫക്റ്റ് മീഡിയൻ, മോഡ് പോലുള്ള മെഷേഴ്സിലൊക്കെ വളരെ സ്ലൈറ്റ് വേരിയേഷൻ മാത്രമേ ഉണ്ടാവൂ കേട്ടോ. അത് ഓർത്തിരിക്കണം. പിന്നെ പറഞ്ഞത് തേർഡ് ക്വസ്റ്റ്യൻ, എ ഷോപ്പ് കീപ്പർ വാണ്ട്സ് ടു പ്ലേസ് ആൻ ഓർഡർ ഓഫ് ടീഷർട്ട്സ് അല്ലേ? ഓർഡർ എടുക്കാനാണ്. അപ്പോൾ ഓർഡർ എടുക്കുന്ന സമയത്ത് വാട്ട്
he will decide looking the past sales records. അവന് ഓർഡർ എടുക്കണമെങ്കിൽ അവൻ എപ്പോഴും പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ടാണ് നെക്സ്റ്റ് അല്ലേ പർച്ചേസിന് പോകുന്നത്. ഏതിനാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത്? മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഫിഗർ എന്നുള്ള കോൺസെപ്റ്റിൽ ആൻസർ ഏതായിരിക്കും? എ ഷോപ്പ് കീപ്പർ wants to place an order of 4 t-shirts with the wholesale based on past sales data. The size he orders will be decided looking at the mode of past sales. Most frequent എന്നുള്ള കോൺസെപ്റ്റിൽ ആൻസർ മോഡ് വരും കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ആവറേജ് വെയിറ്റ് 50 ആണ്. ഓക്കെ, സ്ട്രെങ്ത് 49 ആണ്. ആവറേജ് വെയിറ്റ് 50, സ്ട്രെങ്ത് 49. അവിടെ ഒരു സമ്മ് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം സം എത്രയാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ കാണാം 50 × 49 അടിക്കുമ്പോൾ ഒരു നമ്പർ കിട്ടും. അത് 2450. ആ ഗ്രൂപ്പിലേക്ക് നമ്മുടെ പ്രിൻസിപ്പിളിനെയും കൂടി നമ്മൾ ആഡ് ചെയ്തു. പ്രിൻസിപ്പിൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ആവറേജ് 50 എന്നുള്ളത് ഇൻക്രീസ് ചെയ്തു, 0.8 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് എത്രയായി മാറി എന്നാണ് പറയുന്നത്. പണ്ട് ആവറേജ് 50 kilograms ആണ് ആവറേജ് വെയിറ്റ്. നമ്മൾ പ്രിൻസിപ്പിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആവറേജ് ഇൻക്രീസ്ഡ് 0.8. അപ്പോൾ 50.8 എത്തി. 50.8 എത്തി. നമ്പറിലും വേരിയേഷൻ വന്നിട്ടുണ്ട്. പണ്ട് 49 സ്റ്റുഡൻസ് ആണ്, ഇന്ന് പ്രിൻസിപ്പൽ വന്നപ്പോൾ 50 ആയി മാറി. പുതിയ സമ്മ് ചെക്ക് ചെയ്യുമ്പോൾ കാണാം 2540. ആ ഡിഫറൻസ് ആണ് അല്ലേ? സ്റ്റുഡൻസിൻ്റെ മാത്രം വെയിറ്റ് സം ചെയ്താൽ 2450 ആണ്. പക്ഷേ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ വെയിറ്റിൽ വന്ന ഫ്ലക്ച്വേഷൻ 2540 ആണ്. ഈ ഡിഫറൻസ് ആണ് ആ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് എത്രയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ ഡിഫറൻസ് ഇറ്റ് ഈസ് 90 kilograms. 2540 മൈനസ് 2450 ഇറ്റ് ഈസ് 90 kilogram. അപ്പോൾ ഇതെല്ലാം സം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഒരു സീരീസിന് ആവറേജ് ആണ്. ആവറേജ് ഓഫ് P + Q consecutive numbers starting from 1 is R. അതൊന്ന് നോക്കണ്ട. ഒരു സീരീസ് ഉണ്ട്, എക്സ് സീരീസ്. ആ എക്സ് സീരീസിന് ആവറേജ് കൊടുത്തത് R ആണ്. If S is added to each numbers, S ആഡ് ചെയ്താൽ it is shifting of origin ആണ്. ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ മൈനസ് ചെയ്താൽ we are shifting origin. മീനിൽ ഒറിജിനും എഫക്റ്റ് ചെയ്യും, സ്കെയിലും എഫക്റ്റ് ചെയ്യും. പുതിയ മീൻ എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് R ആണെങ്കിൽ ഇന്ന് പുതിയ മീൻ എന്ന് പറയുന്നത് R + S. R + S. ആ ബേസ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എഫക്റ്റഡ് ബൈ ദ ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിൻ. ഇറ്റ് ഈസ് മീനാണ്. മീൻ ഈസ് എഫക്റ്റഡ് ബൈ ദ ഷിഫ്റ്റിംഗ് ഓഫ് ബോത്ത് ഒറിജിൻ ആൻഡ് സ്കെയിൽ. പക്ഷേ ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് ഏത് മാത്രമേ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ? ഒറിജിൻ മാത്രമേ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നത് ആവറേജ് വെയിറ്റ് ഓഫ് 40 members increased 2.4 kilograms. Average weight of 40 members increased 2.4 kilograms. 40 പേരുടെ ആവറേജ് ആണ് 2.4. Average weight of 40 increase 2.4. അപ്പോൾ ടോട്ടൽ വേരിയേഷൻ ചെക്ക് ചെയ്യണം. 40 × 2.4 ചെക്ക് ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു 96 ആണ് ടോട്ടൽ വന്ന വേരിയേഷൻ. അല്ലേ? അപ്പോൾ ടോട്ടൽ വന്ന ഫ്ലക്ച്വേഷൻ എത്രയാണെന്ന് നോക്കി 96 kilograms ഫ്ലക്ച്വേഷൻ ആണ്. പക്ഷെ അവരെടുത്ത് പറഞ്ഞത് 73 kilograms ഉള്ള ഒരാളെ റീപ്ലേസ് ചെയ്തപ്പോഴാണ് അത്രയും വേരിയേഷൻ വന്നത്. ഒരാൾ റീപ്ലേസ് ചെയ്തപ്പോൾ വന്ന ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് 2.4 kilograms ഇൻക്രീസ് ചെയ്തു. ബട്ട് ഫോർ 40 members. 40 മെമ്പേഴ്സിനാണ് 2.4 kilograms വേരിയേഷൻ. ദാറ്റ് മീൻസ് ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുന്നത് 40 × 2.4 വിച്ച് ഇസ് ഈക്വൽ ടു 96 kilograms. 96 kilograms ഫ്ലക്ച്വേഷൻ ആണ് 96. അപ്പോൾ പഴയ വെയിറ്റ് 73 ആണെങ്കിൽ പുതിയ ആളുടെ വെയിറ്റ് നോക്കണമെങ്കിൽ 73 + 96 ആണ്. ഇതാണ് ആൻസർ വരിക. 73 + 96 ചെക്ക് ചെയ്ത് നോക്കിക്കോണം. കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് 169 ആണ് ആൻസർ വരിക. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻ വരുന്നത് 10 പേരായിരിക്കും. ആവറേജ് ഇൻക്രീസ്ഡ് 1.5 kilograms എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കിക്കോണം 15 unitsൻ്റെ വേരിയേഷനാണ് വന്നത്. പണ്ട് അവിടെ ഇരുന്ന ആളുടെ വെയിറ്റ് 60 ആണെങ്കിൽ ഇന്ന് 60 + 15 വിച്ച് ഇസ് ഈക്വൽ ടു 75 kilograms കേട്ടോ. 7th one ഇതൊക്കെ പ്രോബ്ലംസ് ആണ്, ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. ആവറേജ് സാലറി
ഓഫ് ടോട്ടൽ എംപ്ലോയീസ് 400 ആണ്. ആവറേജ് സാലറി ഓഫ് ഓഫീസേഴ്സ് 800 ആണ്. ക്ലറിക്കൽ 320 ആണ്. നമ്പർ ഓഫ് ഓഫീസേഴ്സ് 40. ഓക്കെ, നോക്കാം. എനിവേ കമ്പൈൻഡ് മീനിൽ എൻ്റർ ചെയ്താൽ ആൻസർ ആയി. കമ്പൈൻഡ് മീൻ ഈക്വൽസ് n1 x bar 1 പ്ലസ് n2 x bar 2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. അപ്പോൾ ടോട്ടൽ ആവറേജ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ ആവറേജ് തന്നിട്ടുണ്ട് 400 ആണ്. ഈക്വൽസ് n1 തന്നിട്ടുണ്ട്, ഓഫീസേഴ്സിന് നമ്പർ തന്നിട്ടുണ്ട് അല്ലേ 40 ഇൻറ്റു ഓഫീസേഴ്സിന് ആവറേജ് സാലറി 800 ആണ്. പ്ലസ് n2 മിസ്സിംഗ് ആണ്. n2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ നമ്പർ ഇൻറ്റു അവരുടെ ആവറേജ് കൊടുത്തിട്ടുണ്ട് 320 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. n1 ഈസ് 40 പ്ലസ് n2 അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ ഭംഗിയായിട്ട് കിട്ടും. 16 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് 1600 പ്ലസ് 400 n2 ഇസ് ഈക്വൽ ടു 32. ഇത് 32,000 പ്ലസ് 320 n2. ഈ 320 നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 80 n2 വിച്ച് ഇസ് ഈക്വൽ ടു ഈ 1600 ഇങ്ങോട്ട് അല്ല 16,000നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 160 കട്ട് ചെയ്തു. n2 ഈക്വൽസ് 160 അല്ല 1600 ഡിവൈഡഡ് ബൈ 8 ആണ്. ആൻസർ കറക്റ്റ് എന്ത് വരും 200 വരും. ഇത് ചെയ്ത് നോക്കിയാൽ മാത്രമേ ആൻസർ കിട്ടൂ. കമ്പൈൻഡ് മീനിൻ്റെ ഫോർമുലയിൽ ഇതുപോലെ വർക്കൗട്ട് ചെയ്താൽ കറക്റ്റ് ആൻസർ എടുക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ പറഞ്ഞ 1 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ടോട്ടൽ 6 നമ്പേഴ്സ് ആണ്. 1 2 3 4 5 6. അതിൽ 6 നമ്പേഴ്സിൻ്റെ ആവറേജ് 30 ആണ്. അതായത് ടോട്ടൽ സമ്മ് വരേണ്ടത് 180. 6 നമ്പേഴ്സിൻ്റെ ആവറേജ് 30 എന്ന് പറഞ്ഞാൽ 180 വരും. അതിൽ ആവറേജ് ഓഫ് ഫസ്റ്റ് 4 ഈസ് 25. ആദ്യത്തെ 4 എണ്ണത്തിൻ്റെ ആവറേജ് 25 ആണ്. ഫസ്റ്റ് 4ൻ്റെ ആവറേജ് 25 എന്ന് പറഞ്ഞാൽ സമ്മ് 4 ഇൻറ്റു 25 വിച്ച് ഇസ് ഈക്വൽ ടു 100 വരും. ആൻഡ് ദ ആവറേജ് ഓഫ് ലാസ്റ്റ് 3 ഈസ് 35. ലാസ്റ്റ് 3 ഈസ് 35. ആ ലാസ്റ്റ് 3യുടെ സമ്മ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 105 കിട്ടി. ഇത് രണ്ടും കൂടി അതായത് 3 ഇൻറ്റു 35 105 കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 205 ആണ്. ടോട്ടൽ പക്ഷേ എത്രയേ ഉള്ളൂ 120 ഉള്ളൂ. അതിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത് ഈ 4th 1 ആണ്. 4th 1 രണ്ട് കേസിലും നമ്മൾ കൗണ്ട് ചെയ്തെടുത്തു. ആദ്യം ഫസ്റ്റ് 4ൻ്റെ സമ്മ് നോക്കിയപ്പോൾ 100 ആണ്. ലാസ്റ്റ് 3യുടെ സമ്മിൽ അതേ 4 വീണ്ടും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആ സമ്മ് 105 ആണ്. രണ്ടും കൂടി സമ്മ് ചെയ്തപ്പോൾ 205 ആണ്. പഴയ സമ്മ് 180 ആണ്. ടോട്ടൽ സമ്മ് ആ ഡിഫറൻസ് ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ വിച്ച് ഇസ് ഈക്വൽ ടു 25. ആൻസർ 25 ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആ സം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പോക്കണം. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരും. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. 2 ഒജീവ്സിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടൈലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മീഡിയൻ. ഇനി കൊറോണ വൈറസിൻ്റെ ഇമ്പാക്റ്റ് ആണ് ഫെയ്റ്റാലിറ്റീസ് ഓൺ വൈ ആക്സിസ്. ഓക്കെ, ഡെത്ത് ആണ്. അപ്പോൾ ഏജ് ആണ് എക്സ് ആക്സിസിൽ അല്ലേ. ഇൻ സ്റ്റഡി ഓഫ് ഇമ്പാക്റ്റ് ഓഫ് കൊറോണ വൈറസ് ഇൻ ദ വേൾഡ്, frequency graph is plotted for age on x-axis and fatalities on y-axis. Death y-axisലാണ്, ഏജ് x-axisലും. അപ്പോൾ കൊറോണ വൈറസിൻ്റെ കേസിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിച്ചത് ഏജ് കൂടിയ ആളുകൾക്കാണ്. ഏജ് കുറഞ്ഞ ആളുകൾക്ക് ഡെത്ത് വളരെ ചെറിയ കുട്ടികൾക്ക് ഏജ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും. ഒരു മിഡിൽ ഏജിലുള്ള ആളുകൾക്ക് ഡെത്ത് റേറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഏജ് കൂടുന്തോറും ഡെത്തിൻ്റെ റേറ്റ് കൊറോണ വൈറസിൻ്റെ കേസിൽ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഷേപ്പിലാണ് വരിക. ഏജ് കൂടുന്തോറും ഫ്രീക്വൻസി കൂടി വരും. അതിൽ തീരെ ചെറിയ ഏജിലുള്ളവർക്കും ഫ്രീക്വൻസി, അതുകൊണ്ടാണ് ആ ഷേപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ചെറിയ ജെ ഷേപ്പിലാണ് അത് വരിക. പക്ഷേ നിങ്ങളുടെ ഹൈറ്റ് അല്ലെ നിങ്ങളുടെ മാർക്സ്, വർക്കേഴ്സിൻ്റെ സാലറി എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ഏത് ഷേപ്പായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഒരു ക്ലാസ്സിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ മാർക്ക് തീരെ കുറഞ്ഞ കുട്ടികളുടെ നമ്പർ വളരെ കുറവായിരിക്കും. ഏറെക്കുറെ എല്ലാവരും ആവറേജ് ലെവലിലായിരിക്കും നിൽക്കുക.
ടോപ്പ് ലെവലിലുള്ളവരും വളരെ കുറവായിരിക്കും. അതൊക്കെ സിമെട്രിക് ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഡിസീസുമായി റിലേറ്റ് ചെയ്യുന്നതൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഏജ്ഡ് ആയ ആളുകളിലായതുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ജെ ഷേപ്പ് കർവിനാണ് അവിടെ പോസിബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, AM ആൻഡ് GM ആർ ബോത്ത് നെഗറ്റീവ്. ആദ്യമേ ഓർത്തിരിക്കണം, GM നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് പോസിറ്റീവ് ഒബ്സർവേഷൻസിനാണ്. 0 വന്നാൽ GMന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ n ഒബ്സർവേഷൻസ് ഉള്ള ഒരു സീരീസാണ്. nth റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ഒബ്സർവേഷൻ. അത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു എൻട്രി 0 ആണെങ്കിൽ ആ കംപ്ലീറ്റ് അത് 0 ആയി പോകും. ഇനി എയും ബിയും വരുമ്പോൾ ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ റൂട്ടിനുള്ളിൽ നെഗറ്റീവ്. അപ്പോൾ ശരിക്കും ഇത് ഡിഫൈൻ ചെയ്യേണ്ടത് GM HM ഒക്കെ പക്ക പോസിറ്റീവിലാണ്. പക്ഷേ 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് തന്നെയാണല്ലോ. അവർ ചോദിച്ചത് ഇഫ് AM ആൻഡ് GM ആർ ബോത്ത് നെഗറ്റീവ് വാല്യൂസ് HM ഇസ് ഈക്വൽ ടു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതിൽ ഒറ്റ ആൻസറേ നമുക്ക് പറയാനുള്ളൂ. AM ഇൻറ്റു HM എന്ന് പറയുന്നത് GM സ്ക്വയർ തന്നെയാണ്. 2 നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അല്ലാതെ ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല കേട്ടോ. അതും ഒന്ന് ഓർത്ത് വെക്കണം. 12th one വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. എനിവേ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇത് നോക്കിയാൽ മനസ്സിലാവരുത് എന്ന് ക്വസ്റ്റ്യൻ ഇട്ട ആൾ നല്ല രീതിയിൽ മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ഏറ്റവും വൃത്തികെട്ട രൂപത്തിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ അല്ലേ. എംപിരിക്കൽ റിലേഷൻ പഠിക്കുന്ന ഒരാൾക്കറിയാം മോഡ് എന്ന് പറയുന്നത് എന്നും അറിയാം 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. ഇത് അതിലുണ്ടോ എന്ന് ഒറ്റ നോട്ടത്തിൽ കിട്ടണം. ഒത്തിരി സമയമെടുത്തൊന്നും നോക്കാൻ പറ്റില്ല. മോഡ് 3 മീഡിയൻ പ്ലസ് 2 മീൻ ഇതല്ല. 2 മീൻ ഈസ് ഈക്വൽ ടു മോഡ്. അപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ 2 മീൻ മൈനസ് മീഡിയൻ, 2 മീൻ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് എടുത്താൽ 2 മീൻ മൈനസ് 3 മീഡിയൻ ഈക്വൽ ടു മോഡ്. ഒരിക്കലുമല്ല. മോഡ് 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്, അതുമല്ല. ഇവിടെ നോക്കട്ടെ, മോഡ് എടുത്തു കഴിഞ്ഞാൽ മോഡ് ഇസ് ഈക്വൽ ടു 2 മീൻ പ്ലസ് 3 മീഡിയൻ ആണ്, ഇതുമല്ല. പിന്നെ ഒരു ചാൻസ് ഇതിനാണ്. പിന്നെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഇതിനൊരു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്കൊരു പക്ഷേ പക്ക ആൻസർ കിട്ടേണ്ടതാണ്. വെയിറ്റ്, മീഡിയൻ ഈക്വൽ ടു മോഡ് പ്ലസ് 2/3 ഇൻറ്റു മീൻ മൈനസ് മോഡ്. ഇതിന് ഈ മോഡിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു, അതിന് ക്രോസ് മൾട്ടി കൂടി ചെയ്യാം, 3 ടൈംസ് മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് മീൻ മൈനസ് മോഡ്. ഇത് സിംപ്ലിഫൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 മീഡിയൻ മൈനസ് 3 മോഡ് ഇസ് ഈക്വൽ ടു 2 മീൻ മൈനസ് 2 മോഡ്. ഓക്കെ, ഇനി മീനൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കട്ടെ. ഈ 3 മോഡിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, 2 മീനിനെ ഇങ്ങോട്ട് എടുക്കാം. കറക്റ്റാണ്. അപ്പോൾ ഓക്കെയാണ്. 3 മീഡിയൻ മൈനസ് 2 മീൻ വിച്ച് ഇസ് ഈക്വൽ ടു മോഡ്. കറക്റ്റാണ്. 3 മീഡിയൻ 3 മോഡ് റൈറ്റിലേക്ക് വരുമ്പോൾ കറക്റ്റാണ്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. എനിവേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനത്തെ 3 എണ്ണം പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്ത് തന്നെയാണ് എ തന്നെയാണ്. അത് അദ്ദേഹത്തിന്, അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തതിന്. 13th one a student mark were wrongly entered as 85 instead of 45. wrongly entered as 85 instead of 45. അവിടെ തന്നെ മനസ്സിലായിക്കോണം, 85 മാർക്ക് കൊടുത്തു പോയി. ശരിക്കും 45 കൊടുത്താൽ മതി. എക്സ്ട്രാ കൊടുത്തു പോയത് 40 ആണ്. 40 മാർക്സ് ആണ് എക്സ്ട്രാ കൊടുത്തത്. ഡ്യൂ ടു ദാറ്റ് ദ ആവറേജ് സ്കോർ ഓൾ ദ ക്ലാസ് ഇൻക്രീസ്ഡ് ബൈ 1/4. ആ ഫ്ലക്ച്വേഷൻ എന്താണോ പഴയ ആവറേജ് അതിൻ്റെ കൂടെ അതിൻ്റെ 25% ഇൻക്രീസ് ചെയ്തു. ആവറേജ് ഇൻക്രീസ് 1/4 എന്നാണ് പറയുന്നത്. 25% ആണ് ഇൻക്രീസ് ചെയ്തത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ എൻട്രിയിൽ വന്ന ഫ്ലക്ച്വേഷൻ 40 മാർക്സിൻ്റെ ഫ്ലക്ച്വേഷൻ ആണ്. 4 എത്ര സ്റ്റുഡൻസ് എന്ന് അവർ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എഴുതി 40 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമുക്ക് പതിവ് പോലെ n എന്ന് എഴുതാം. 40 ഡിവൈഡഡ് ബൈ n ഈക്വൽസ്, അതാണ് ടോട്ടൽ വേരിയേഷൻ. ടോട്ടൽ സ്കോറിൽ വന്ന ഫ്ലക്ച്വേഷൻ 40 മാർക്സ് ആണ് അഡീഷണൽ കൊടുത്തത്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. 4 എത്ര മെമ്പേഴ്സിന്? n മെമ്പേഴ്സ്. അപ്പോൾ ആ ഒരു ചെറിയ ഫ്രാക്ഷനെ അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. 40 ആണ് എക്സ്ട്രാ വന്ന ഡീവിയേഷൻ. അത് n മെമ്പേഴ്സിൽ വന്ന വേരിയേഷൻ ആണ്. അപ്പോൾ ടോട്ടൽ ആവറേജിൽ വന്ന വേരിയേഷൻ 40/n. അത് എത്രയാണെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് 1/4. അത് 1/4 ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്.
ഇങ്ങനെ അതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? 85 ആണ് നമ്മൾ എൻ്റർ ചെയ്തത്, കറക്റ്റ് കൊടുക്കേണ്ടത് 45 ആണ്. അപ്പോൾ അഡീഷണൽ കൊടുത്തത് 40 ആണ്. ആ 40 എത്ര മെമ്പേഴ്സിന് ആവറേജ് ആയത് പോയി? n മെമ്പേഴ്സിന്. അപ്പോൾ ചെറിയൊരു ഫ്രാക്ഷനേ പോയിട്ടുള്ളൂ. ആ ചെറിയ ഫ്രാക്ഷൻ 40/n. അത് എത്രയാണെന്ന് അവർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് 1/4. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n is equal to 40 into 4 which is equal to 160. അതൊന്ന് നോക്കിക്കോണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഒരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അതൊന്ന് നോക്കിക്കോണം. ആ ഫ്ലക്ച്വേഷൻ എത്രയാണോ ഡിവൈഡഡ് ബൈ n അടിക്കുക. അതാണ് അവർ പറയുന്നത്. എത്രയാണ് അഡീഷണൽ വന്നത്? ഒരു 1/4 2 അങ്ങനെ എന്തെങ്കിലും പറയുമോ? ഹാഫ് ആയിരിക്കും ചിലപ്പോൾ ഇൻക്രീസ് കേട്ടോ. അങ്ങനെ ചിലപ്പോൾ പറയും 3/4 ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 1/4 ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ്. മീൻ ഡീവിയേഷൻ കാണാനായിട്ട് വളരെ സിമ്പിളാണ്. ആദ്യം ഇതൊന്ന് സം ചെയ്ത് നോക്കണം. അപ്പോൾ ഒബ്സർവേഷൻസ് നോക്കിയാൽ കാണാം 2 6 7 4 8 3. എനിവേ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ്. അടുത്ത കോളത്തിൽ ഓരോ എക്സ് വാല്യൂവിൽ നിന്ന് മീൻ മൈനസ് ചെയ്യണം, ബട്ട് പോസിറ്റീവ് ഡീവിയേഷൻസ് ഓൺലി. അപ്പോൾ എനിവേ മീൻ ഒന്ന് നോക്കട്ടെ. 6 8 15 15 + 15 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 5. മൈനസ് ചെയ്യേണ്ടത് 5 ആണ്. 2 - 5 ഈസ് ഈക്വൽ ടു 3 1 2 1 3 2. ഓക്കെ, ഇതാണ് സംഭവിക്കുക. എത്രയാണ് സംഭവം നോക്കട്ടെ? 6 6 + 6 12 ആണ്. Then mean deviation equals, മറക്കണ്ട, mean deviation equals that sum divided by its number. That sum is 12 divided by number of observations 6 ആണ്. That means the answer it is 12. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീൻ ഡീവിയേഷൻസ് 3 ടൈപ്പ് ആണ്. എബൌട്ട് മീൻ, എബൌട്ട് മീഡിയൻ ആൻഡ് മോഡ്. അതിൽ എന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മീൻ ഡീവിയേഷൻ ഈസ് ഓൾവേസ് മിനിമം? വിച്ച് മീൻ ഡീവിയേഷൻ ഈസ് ഓൾവേസ് മിനിമം എന്ന് ചോദിച്ചാൽ അവിടെ മനസ്സിലാക്കിക്കോണം മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് ഓൾവേസ് മിനിമം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ്. സം ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ ഓൾവേസ് മിനിമം വെൻ ഡീവിയേഷൻസ് ആർ ടേക്കൺ എബൌട്ട് മീഡിയൻ കേട്ടോ. ഇതാണ് 14th വൺ. 15th ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചെയ്ത് നോക്കണം. ക്വാർട്ടറൽ ഡീവിയേഷൻ 7 ആണ്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, ക്വാർട്ടറൽ ഡീവിയേഷൻ 7 എന്ന് പറയുമ്പോൾ ആദ്യമേ എഴുതി വെച്ചു, QDയുടെ ഫോർമുല എഴുതി വെച്ചു, Q3 - Q1/2. ഇതാണ് 7. ഓക്കെ, ഇത് 7 ആണ്. ഇനി Q3 വേണം. ആദ്യം ഒന്ന് കൗണ്ട് ചെയ്യട്ടെ. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1 2 3 4 5 6 7 7 ഒബ്സർവേഷൻസ് ആണ്. ഓക്കെ, 7 ഒബ്സർവേഷൻസ് ആണെങ്കിൽ Q3 ഈക്വൽസ് 3 × n + 1/4. Q3യുടെ ഫോർമുല ഏതാണ്? 3 × n + 1/4th ഐറ്റം 8/4 8/4 2 2 × 3 6th ഐറ്റം. ഇതാണ് 6th ടേം. 1 2 3 4 5 6 6th ടേം. അപ്പോൾ Q3 കിട്ടി 16 മൈനസ് Q1. അപ്പോൾ Q1 എന്തായിരിക്കും? n + 1/4 സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേം ദേ കിടക്കുന്നു, എക്സ് ആണ്. അപ്പോൾ ആൻസർ 16 - x ഡിവൈഡഡ് ബൈ 2. ഇത് സോൾവ് ചെയ്താൽ മതി. ക്വാർട്ടർ ഡീവിയേഷൻ ഓൾറെഡി ഗിവൺ 7 ആണ്. QD ഈക്വൽസ് Q3 - Q1 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് QD 7 ആണ്. 7 ഈസ് ഈക്വൽ ടു Q3 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 16 കിട്ടി. n 7 ആണ്. Q3 3 × n + 1/4th ഐറ്റം ദാറ്റ് ഈസ് 3 × 2 6th ടേം. ആ 6th ടേം അവിടെ 16 ആണ്. അപ്പോൾ Q1 ചെക്ക് ചെയ്തപ്പോൾ n + 1/4 n 7 + 1 8/4 സെക്കൻഡ് ടേം എക്സ് ആണ്. സോൾവ് ചെയ്തപ്പോൾ 14 ഈസ് ഈക്വൽ ടു 16 - x ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കോണം. അത് കമ്പനിയാണ്, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ആവറേജ് സാലറി തന്നു. ഓക്കെ, ആവറേജ് സാലറി തന്നു. പിന്നെ തന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നു. ക്വസ്റ്റ്യൻ വിച്ച് കമ്പനി ഹാസ് എ ബെറ്റർ കൺസിസ്റ്റൻസി എന്ന് ഓർത്തിരിക്കണം. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണമെങ്കിൽ വിച്ച് വൺ ഈസ് മോർ കൺസിസ്റ്റൻ്റ് എന്നാണ്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണമെങ്കിൽ CV ആണ് നോക്കേണ്ടത്. CVയുടെ ഫോർമുല നോക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ × 100 എന്നും ഓർത്തിരിക്കണം. ആസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ സീരീസ് ഡിക്രീസസ്, വേരിയേഷൻ കുറയുമ്പോൾ കൺസിസ്റ്റൻസി ഓഫ് ദ സീരീസ് ഇൻക്രീസസ്. വേരിയേഷൻ കുറയുമ്പോൾ കൺസിസ്റ്റൻസി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ രണ്ട് കേസിലും, കേസ് എയിലും ബിയിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. CV ഓഫ് A നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾറെഡി ഗിവൺ 10 ഡിവൈഡഡ് ബൈ 2500 × 100. മറ്റേ കേസിൽ 11 ഡിവൈഡഡ് ബൈ × 100. അപ്പോൾ ആൻസറായി. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ 0.4ഉം സെക്കൻഡ് കേസിൽ 0.5 ആണ് വരുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം
ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ ഇറ്റ് ഈസ് വിച്ച് വൺ ഈസ് മോർ കൺസിസ്റ്റൻറ്റ് 0.4 ആണ് വേരിയേഷൻ കുറവ് എക്കാണ്. ദെർഫോർ വിച്ച് വൺ ഈസ് മോർ കൺസിസ്റ്റൻറ്റ് സ്റ്റാർട്ടപ്പ് എ ഈസ് മോർ കൺസിസ്റ്റൻറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്പേർഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്കിത് പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഒരു ഡെക്കിൽ നിന്ന്. പ്രോബബിലിറ്റി ഓഫ് ദ കാർഡ് ബീയിങ് നൈദർ എ റെഡ് നോർ ഫേസ് കാർഡ്. റെഡ് ആവരുത്, ഫേസ് കാർഡും ആവരുത്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഇറ്റ് ഈസ് നൈദർ റെഡ് നോർ ഫേസ് കാർഡ്. ഇങ്ങനെ പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. നൈദർ റെഡ് നോർ ഫേസ്. ഇത് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് ആർ യൂണിയൻ എഫ് കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ആർ യൂണിയൻ എഫ്. ആർ ഫോർ റെഡ്, എഫ് ഫോർ ഫേസ് കാർഡ് ഈക്വൽസ് 1 മൈനസ് റെഡ് ആർ യൂണിയൻ എഫ് ആണ്. റെഡ് കാർഡ്സ് 26 റെഡ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഫേസ് കാർഡ്സ് കെ ക്യു ജെ, ടോട്ടൽ 12 ഉണ്ട്. കിങ് 4 ഉണ്ട്, ക്യൂൺ 4, ജാക്ക് 4, അപ്പോൾ 12 മൈനസ് ആർ യൂണിയൻ എഫ് എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഉണ്ടോ നോക്കണം. ആർ യൂണിയൻ എഫ് ആ സ്റ്റെപ്പ് നോക്കണം. ആർ പ്ലസ് എഫ് മൈനസ് ആർ ഇൻ്റർസെക്ഷൻ എഫ് എന്നുള്ളൊരു സ്റ്റെപ്പില്ലേ, ഇൻ്റർസെക്ഷൻ ഉണ്ടോ നോക്കണം. അതായത് റെഡും ഫേസ് കാർഡും വരുന്നത്, റെഡും ഫേസ് കാർഡും വരുന്നത് കിങ്ങിൽ 2 റെഡ് ഉണ്ടാവും, ക്യൂണിൽ 2 റെഡ് ഉണ്ടാവും, ജാക്കിൽ 2 റെഡ്. അപ്പോൾ ടോട്ടൽ 6 മൈനസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആൻസർ വരിക. 1 മൈനസ് 26 പ്ലസ് 6, 1 മൈനസ് 32/52. ഇതായിരിക്കണം ആൻസർ വരേണ്ടത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. 1 മൈനസ് 32/52 ആയിരിക്കും ആൻസർ വരേണ്ടത്. കട്ട് ചെയ്യാം അല്ലേ. 1 മൈനസ് 32/52 കട്ട് ചെയ്യുമ്പോൾ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോ. അതെ, കറക്റ്റാണ്. 1 മൈനസ് 8/13, 5/13 ആണ് ആൻസർ വരേണ്ടത് അല്ലേ. 5/13 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ആൻസർ ഇറ്റ് ഈസ് 5/13. നൈദർ റെഡ് നോർ ഫേസ് കാർഡ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇൻ്റർസെക്ഷൻ ഉണ്ടോ എന്ന് ഒന്ന് ശരിക്കും വെരിഫൈ ചെയ്യണം. ഇൻ്റർസെക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ എഴുതിയത് ആ സ്റ്റെപ്പ് നമ്മൾ പണ്ട് പഠിച്ച റിസൾട്ടും ഒന്ന് ഓർക്കും കൂടി ആയിക്കോട്ടെ. ഡിമോർഗൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. നൈദർ റെഡ് നോർ ഫേസ് കാർഡ്, ആർ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തെന്ന് മാത്രം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാർഡ് എടുക്കുന്നു ഫ്രം a deck of 52 cards. 2 cards are drawn. What is the probability that they are a king and a queen? If the cards are drawn one after the other without replacement, one after the other without replacement, one by one ആയിട്ട് പിക്ക് ചെയ്യണം. one after the other without replacement. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് 2 രീതിയിൽ ചെയ്തെടുക്കാം. പക്ക കോമ്പിനേഷൻ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് എഴുതി ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ പക്കയാണ്. 1 by 1 ആയിട്ട് എടുക്കുന്നു വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതായിരിക്കും ഏറ്റവും എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. 52 കാർഡ്സ് നിന്ന് 2 എടുക്കുമ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ പറയും, 52 നിന്ന് 2 എത്ര വേസിൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 52C2. ഓക്കെ, അതിൽ ഒന്ന് കിങ് ആവണം, ഒന്ന് കെ, മറ്റൊന്ന് ക്യൂ. കിങ് 4 ഉണ്ട്, 4C1. ക്യൂ 4 ഉണ്ട്, 4C1. ഇങ്ങനെ ചെയ്യാം, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതൊന്ന് നിങ്ങൾ എഴുതി നോക്കിയാൽ കാണാം. 4 × 4 ഡിവൈഡഡ് ബൈ 52C2 എങ്ങനെ എഴുതാം? 52 × 51 ഡിവൈഡഡ് ബൈ 1 × 2 ഡിവൈഡഡ് ബൈ 1 × 2. അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ഈ 2 എവിടെ വരും? ഈ 2 മുകളിൽ വരും. അപ്പോൾ കറക്റ്റ് ആൻസറാണ് 2 × 4/52 × 4/51. കറക്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാൻ നിൽക്കണം. 2 കാർഡ്സ് എടുക്കുന്നു, അപ്പോൾ ഓരോന്ന് എഴുതണം. ആദ്യം കിങ് എടുത്തു, അങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ, ആൻഡ് ദെൻ ക്യൂ. ഇങ്ങനെ വരാം. ഓർ ഫസ്റ്റ് ക്യൂ
ആൻഡ് ദെൻ കെ. അപ്പോൾ ആദ്യം ഒരു കിങ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കിങ് 4 എണ്ണം ഉണ്ട്, ടോട്ടൽ 52. ഇനി വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്, അപ്പോൾ ഇനി 51 ഉള്ളൂ. പക്ഷേ ക്യൂ 4 എണ്ണം അവിടെ ഉണ്ട്, 4/51 പ്ലസ്. ഇനി ഓർ ഫസ്റ്റ് ക്യൂ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 4/52 ഇൻറ്റു 4/51. എങ്ങനെ എഴുതിയാലും ഈ ആൻസറിലേക്ക് തന്നെയാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വരുന്ന കേസുകളിൽ 1/1 ആയിട്ട് സെലക്ട് ചെയ്യുന്നു, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പക്ക കോമ്പിനേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇങ്ങനെ എഴുതിയാലും സെയിം ആൻസറിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ആൻസർ 2 × 4/52 × 4/51 അത് തന്നെയാണ് ആൻസർ വരിക കേട്ടോ. ഇനി in a poker set there are 90 chips numbered from 1 to 90 and Dan picks 3 chips at random, one after the other without replacement. നേരത്തെ പറഞ്ഞ അത് തന്നെ 1/1 without replacement എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കോമ്പിനേഷൻ അപ്ലൈ ചെയ്യാം. What is the probability that the numbers on the chips in the order descending ഓർഡറിലായിരിക്കണമെന്ന് അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ 90 ചിപ്സൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു 4 നമ്പേഴ്സ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കോ. 4 നമ്പേഴ്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക ഓർഡറിൽ, 2, 3, 4. അതിൽ നിന്ന് ഒരു 2 എണ്ണം എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ നേരത്തെ ഒരു 90 നമ്പേഴ്സിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു, 1/1 ആയിട്ട് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 4 എണ്ണത്തിൽ നിന്ന് ഞാൻ 2 എണ്ണേ സെലക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഓൺലി 2. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പോസിബിലിറ്റീസ് വരുന്നത്? ഈ 4 നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിലുണ്ട്. ഓക്കെ, 2 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ മുമ്പിൽ ഈ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. 4 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനി ആ നമ്പർ അതിലില്ല, പിന്നെ 3 എണ്ണം ഉള്ളൂ, ഒരെണ്ണം കൂടി എടുക്കണം. ആ ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ എൻ്റെ മുമ്പിൽ 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ അല്ലേ? ആദ്യം 4 നമ്പേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് അത് ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും. 4 പോസിബിലിറ്റീസ് ആണ്. ആ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 പോസിബിലിറ്റി ഉള്ളൂ. അതാണ് 4 × 3 12. ഇനി നിങ്ങൾ നോക്കണം എന്താ ഒരു ഫേവറബിൾ സിറ്റുവേഷൻ പറഞ്ഞത്. അത് ഡിസെൻഡിങ് ഓർഡറിൽ ആ 2 നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ വരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഈ 4 നമ്പേഴ്സിൽ നിന്ന് 2 എണ്ണം എടുക്കുമ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ വരിക എന്ന് പറഞ്ഞാൽ 4 2 എണ്ണം എടുക്കുന്നത് കേട്ടോ. 4 3 വരാം, 4 2 വരാം, 4 1 വരാം, ശരിയല്ലേ? അങ്ങനെ വരാം. 3 2 വരാം, 3 1 വേണം. അപ്പോൾ 4 3 4 2 അല്ലേ? 4 3 4 2 4 1. ഓക്കെ, 3 2 3 1 3 2 3 1. പിന്നെ ഒരു പോസിബിലിറ്റി 2 1 ആണ്. 2 1 ആണ്. ഇതെല്ലാം ഡിസെൻഡിങ് ഓർഡറിലാണ്. ഇതിങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ഇത് പക്ക 4C2 ആണ്. 4C2 ആണ്. 4C2 6 ആണ്. 6/12 ഈക്വൽസ് 1/2. ഈ 4 നമ്പേഴ്സിന് 2 എണ്ണം എടുക്കും. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. 4 നമ്പേഴ്സിന് 2 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ സെലക്ട് ചെയ്യാൻ 4 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ്. ആ ഒരെണ്ണം എടുത്തത് മാറ്റി വയ്ക്കുകയാണ്. ഇനി അത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. പിന്നെ 3 പോസിബിലിറ്റി ഉള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. അപ്പോൾ അവിടെ 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 12. ഇനി ആ എടുക്കുന്ന നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിലാവണമെന്നാണ് പറയുന്നത്. ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതി നോക്കിയപ്പോൾ 6 പോസിബിലിറ്റിയാണ്. 6 പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 4C2 ആണ്. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ പ്രോബ്ലത്തിന് 90 നമ്പേഴ്സാണ്. 3 എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ അപ്പോൾ എന്ത് വരും? 90. ആദ്യത്തെ നമ്പർ 90 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ്. ആ അടുത്ത നമ്പർ മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ 89 പോസിബിലിറ്റീസ്. അത് മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ 88 പോസിബിലിറ്റീസ്. ഇതാണ് ടോട്ടൽ പോസിബിലിറ്റി. ഇനി അതിൽ നിന്ന് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് എഴുതി നോക്കാൻ പറ്റില്ല. ആ എഴുതി നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം എത്ര ബേസിലാണെന്ന് നമ്മൾ എഴുതി നോക്കി. എഴുതി നോക്കാൻ എപ്പോഴും പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 90 ഇവിടെ 4C2 എന്ന് എഴുതിയ പോലെ 90C3 നമ്മൾ എഴുതി നോക്കിയല്ലോ. 6 എണ്ണം കണ്ടല്ലേ? 6 എണ്ണം എന്ന് പറഞ്ഞാൽ 4C2 ആണ്. 4 × 3/1 × 6
അതുപോലെ 90C3. അപ്പോൾ 90C3 നമുക്ക് എങ്ങനെ എഴുതാം? 90 ഇൻറ്റു 89 ഇൻറ്റു 88 ബൈ 1, 2, 3 ബൈ 1, 2, 3 ബൈ ഇത് ഡിനോമിനേറ്റർ 90, 89, 88. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യും. ബാലൻസ് വരുന്നത് 1/6. ആ 1/6 ആണ് ഈ ഓപ്ഷനിൽ ഇവിടെ കിടക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ചെറിയ എക്സാമ്പിൾ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. അത് വലിയൊരു എക്സാമ്പിൾ നമ്മൾ അപ്ലൈ ചെയ്തത് മാത്രം. എപ്പോഴും മനസ്സിൽ ഓർക്കാനാണ് ഡിസെൻഡിങ് ഓർഡർ. ആ രണ്ട് നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ എപ്പോഴും 4, 3 എന്നായിരിക്കില്ല, 4, 1 വരാം. അതും ഡിസെൻഡിങ് ആണല്ലോ. ആ ഓർഡറിൽ ഫോളോ ചെയ്യണം. അത് എത്ര ഉണ്ടെന്ന് എഴുതി നോക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചത്. 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം ആണെങ്കിൽ 4C2 ബേസ്. അതെപ്പോഴും ഡിസെൻഡിങ് ആണ്. 6 ഉള്ളൂ അത്. അതിന് പകരം ഇവിടെ 90C3 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 89 ഇൻറ്റു 1/8. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നത് ഈ 2, 3 ആണ്. 1/6 ആണ് ആൻസർ വരിക. അത് ഓപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 1/6. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഒത്തിരി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ ടൈം കളയേണ്ട ആവശ്യമില്ല. എ നമ്പർ ഈസ് സെലക്ടഡ് ഫ്രം ദ ഫസ്റ്റ് 70 നാച്ചുറൽ നമ്പേഴ്സ്. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഐദർ 5? അപ്പോൾ നമുക്ക് ഐദർ 5 ഓർ 14 ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ഇവൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എ ഒന്ന് ചെക്ക് ചെയ്യാം. എ 70ൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്തപ്പോൾ 14 എണ്ണം ഉണ്ട്. ഓക്കെ, 14. ബി മൾട്ടിപ്പിൾ ഓഫ് 14 ആണ്. 70ൽ 14ൻ്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്തപ്പോൾ 5 കേസസ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 14 ആൻഡ് 5, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 70 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 70 ആണ്. അപ്പോൾ ഒരെണ്ണം ഉണ്ടാവും. 70/70 ഈക്വൽസ് ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. എ മൾട്ടിപ്പിൾ ഓഫ് 5, 14 കേസസ്. ബി മൾട്ടിപ്പിൾ ഓഫ് 14, 5 കേസസ്. എ ഇൻ്റർസെക്ഷൻ ബി മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 14 ആൻഡ് 5, മൾട്ടിപ്പിൾ ഓഫ് 70, ഓൺലി 1. അപ്പോൾ ആൻസർ വരുന്നത് 14 + 5 - 1 ഡിവൈഡഡ് ബൈ 70. ഇതാണ് ആൻസർ വരുന്നത്. 14 + 5 19 - 1 18 ഡിവൈഡഡ് ബൈ 70. ഒന്ന് ചെക്ക് ചെയ്താൽ ആൻസർ അതിലുണ്ടാവേണ്ടതാണ് 18 ഡിവൈഡഡ് ബൈ 70 കേട്ടോ. 18/70 ആണ്. ഓപ്ഷനിൽ എന്താ ഉള്ളതെന്ന് നോക്കണം കേട്ടോ. 18/70 ആണ്. കട്ട് ചെയ്ത ആൻസർ ആയിരിക്കും അല്ലേ. 9/35 എന്നൊരു ആൻസർ ഉണ്ടോ അതിനകത്ത്? ഇല്ല, നൺ ഓഫ് ദീസ് ആയിരിക്കും. ആൻസർ നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. 9/35 ആണ് ആൻസർ കിട്ടേണ്ടത്. അത് അതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ആൻസർ നൺ ഓഫ് ദീസ് ആണ്. 2 ഡൈ ത്രോ ചെയ്യുന്നു അല്ലേ. 21 ആണ്. 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സം ഓഫ് ദ ഫേസസ് ആർ സ്ക്വയർ ഓർ ക്യൂബ് ആണ്. 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് സം അറിയാം. സം 2 to 12 ആണ്. സം 2 to 12 ആണ്. 2 to 12 സ്ക്വയർ ഓർ ക്യൂബ് എന്നാണ് പറയുന്നത്. സം സ്ക്വയർ ഓർ ക്യൂബ്. അപ്പോൾ സ്ക്വയർ വരുമ്പോൾ 2 സ്ക്വയർ ഓക്കെയാണ്, 4 വരും. 3 സ്ക്വയർ ഓക്കെയാണ്, 9 എടുക്കാം. പക്ഷേ 4 സ്ക്വയർ തൊട്ട് വരില്ല. സമ്മ് മാക്സിമം 12 വരെയുള്ളൂ. അത് പറ്റില്ല. ക്യൂബിലോ 1 ക്യൂബ് ഇല്ലല്ലോ. സമ്മ് മിനിമം 2-ലല്ലേ സ്റ്റാർട്ട് ചെയ്യുക. 2 ക്യൂബ് ഓക്കെയാണ്. 2 ക്യൂബ് 8 എടുക്കാം. സമ്മ് സ്ക്വയർ ഓർ ക്യൂബാണ്. 2 സ്ക്വയർ, 3 സ്ക്വയർ, 2 ക്യൂബ് വരുമ്പോൾ 8 ആയി. 4 ക്യൂബ് വരുമ്പോൾ അത് പറ്റൂല. ഈ 3 കേസുള്ളൂ. സം 4, 9, 8. നമ്മൾ ഷോർട്ട് കട്ട്സ് പഠിച്ച എല്ലാവർക്കും അറിയാം. സമ്മ് 4 വരുന്നത് 3 കേസസ്. സമ്മ് 9 വരുന്നത് 4 കേസസ്. സമ്മ് 8 വരുന്നത് 5 കേസസ് അല്ലേ. സമ്മ് 2 to 12 നമ്മൾ പഠിച്ചാണ്. സമ്മ് 7 വരെ -1 അടിച്ച് പറയാം. 12 ഓൺലി 1, 11 2 കേസസ്, 10 3 കേസസ്, 9 4 and 8 5 കേസസ്. അപ്പോൾ ആൻസർ വരുന്നത് 3 + 4 7 + 5 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ 36. ആൻസർ ഇറ്റ് ഈസ് 1/3. ആ സം ക്യൂബ് ഓർ സ്ക്വയർ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്, ഓർത്തിരിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രമേശ് ആൻഡ് ദീപക് സ്പീക്കിംഗ് ട്രൂത്ത്. ഞാൻ ഒന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സമയം അല്ലാതെ നീങ്ങി പോകുന്നു. രമേശ് ആൻഡ് ദീപക് സ്പീക്കിംഗ് ട്രൂത്ത് ഈസ് 1/4 and 3/4. Okay. What is the probability that at most one of them speaks truth? At most one. പരമാവധി ഒരാൾ മാത്രം.
അറ്റ്മോസ്റ്റ് 1 കാണുന്നതിലും നല്ലത് എപ്പോഴും നമ്മൾ എന്നും പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക. പി ഓഫ് എക്സും പി ഓഫ് എക്സ് കോംപ്ലിമെൻറ്റും ആഡ് ചെയ്താൽ 1 ആണ്. അതുകൊണ്ട് പി ഓഫ് എക്സ് കാണാൻ എളുപ്പം ചിലപ്പോൾ തിരിച്ചെഴുതുന്നതായിരിക്കും. 1 മൈനസ് പി ഓഫ് എക്സ് കോംപ്ലിമെൻ്റ് ആണ്. അറ്റ്മോസ്റ്റ് 1 സ്പീക്സ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പരമാവധി ഒരാൾ മാത്രം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഏത് വരരുത്? രണ്ടുപേരും ഒരുമിച്ച് സത്യം പറയുന്ന അവസ്ഥ വരരുത്. രണ്ടുപേരും ഒരുമിച്ച് ട്രൂത്ത് എന്ന് പറയുന്ന അവസ്ഥ, ഒക്കറൻസ് ഓഫ് ബോത്ത് എന്ന് പറയുന്ന അവസ്ഥ വരാൻ പാടില്ല. അതാണ് പറയേണ്ടത്. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് എന്ന് രണ്ടുപേരും ഒരുമിച്ച് സത്യം പറയുന്ന അവസ്ഥ അത് വരാൻ പാടില്ല. അതാണ് അറ്റ്മോസ്റ്റ് 1. മാക്സിമം ഒരാൾ മാത്രമേ സത്യം പറയാൻ പാടുള്ളൂ. അപ്പോൾ 1 മൈനസ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ? രണ്ടുപേരും ഒരുമിച്ച് പറയുന്ന അവസ്ഥ, അത് സംഭവിക്കരുത്. അതാണ്. അപ്പോൾ 1 മൈനസ് ഒക്കറൻസ് ഓഫ് ബോത്ത് എന്ന് പറഞ്ഞാൽ അവർ എ സ്പീക്സ് ട്രൂത്ത് 1/4 ആണ്. അപ്പോൾ ബോത്ത് എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു 3/5. ആൻസർ വരേണ്ടത് 1 മൈനസ് 3/15 ആണ്. 1 മൈനസ് 3/15 ആൻസർ 12 ഡിവൈഡഡ് ബൈ 15. 1 മൈനസ് 3/15 12/15 ഓപ്ഷൻ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണം. അല്ല, തെറ്റിയോ? അവിടെ തെറ്റിച്ചോ? എത്രയാണ്? 1 മൈനസ് നോക്കട്ടെ കേട്ടോ. പ്രോബിലിറ്റി 1 മൈനസ് 1/4 ഇൻറ്റു 3/5. സോറി, ഇവിടെയാണ് തെറ്റിയത് അല്ലേ? 20 ആണ്. സോറി, 1 മൈനസ് ഇവിടെ തെറ്റി. 1 മൈനസ് 3/20 ആണ് ആൻസർ വരേണ്ടത്. 17/20 കേട്ടോ. അപ്പോൾ അതാണ് അറ്റ്മോസ്റ്റ് 1. അറ്റ്മോസ്റ്റ് 1 മാക്സിമം 1. അപ്പോൾ അത് എന്ത് സംഭവിക്കരുത്? രണ്ടും ഒരുമിച്ച് ഉക്രിയുന്ന അവസ്ഥ സംഭവിക്കരുത്. അപ്പോൾ അത് 1-ൽ നിന്ന്, ടോട്ടലിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കളയുന്നതാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ ഇമ്മീഡിയറ്റ് ആൻസറാണ് 23. To find the distribution of number of airplane crashing every hour in the world. അവിടെ തന്നെ മനസ്സിലാക്കി, എവറി അവർ പ്ലെയിൻ ക്രാഷ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വെരി റെയർ ഇവൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പഠിക്കുന്നതാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനാണ്. റിയൽ ലൈഫിൽ വെരി റെയർ ഇവൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷനുള്ളൂ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പഠിക്കുമ്പോൾ എന്നും ഓർത്തിരിക്കണം, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ ദ കണ്ടീഷൻസ് n tends to infinite, n is very large, p tends to 0, p is very small, and third one, np equals lambda, that lambda should be finite. ഇതൊക്കെ എക്സാമിന് പോകുമ്പോൾ നോക്കി പോക്കണം. ഇതാണ് പറയുന്നത്. ആ ഇവൻ്റ് ഒക്കർ ചെയ്യുന്നുള്ള പ്രോബബിലിറ്റി, എവറി അവർ പ്ലെയിൻ ക്രാഷ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സ്മോൾ. റിയൽ ലൈഫിൽ വെരി റെയർ ഇവൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? There are 2 points of inflection. കറക്റ്റ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന് 2 points of inflection ആണ്. ഒന്ന് മ്യൂ മൈനസ് സിഗ്മയും മറ്റൊന്ന് മ്യൂ പ്ലസ് സിഗ്മയും. കറക്റ്റ് ആണ്. മീനും മീഡിയനും മോഡും സിമെട്രിക് ആയതുകൊണ്ട് കോയിൻസൈഡ് ചെയ്യും. സ്ക്യൂനെസ് 0 ആണ്. ആൻസർ ഓൾ ഓഫ് ദി എബവ്. കറക്റ്റ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 2 points of inflection ആണ്. മീനും മീഡിയനും മോഡും ഈക്വൽ കോയിൻസൈഡ് ചെയ്യും. സ്ക്യൂനെസ് സിമെട്രിക് ആയതുകൊണ്ട് അതിനെന്തില്ല? സ്ക്യൂനെസ് 0 ആണ്. ഇനി for a random variable, continuous variable, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നും ഓർത്തിരിക്കണം. എക്സ് നോർമൽ ആണ്, ഫോളോസ് n mu സിഗ്മ. പക്ഷേ സ്റ്റാൻഡേർഡൈസ് ചെയ്താൽ z ഫോളോസ് n01 ആണ്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 0 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണ്. അപ്പോൾ വേരിയൻസും 1 ആയിരിക്കും. ഇവർ ചോദിച്ചത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 1. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക. നോർമൽ സിമെട്രിക് അബൌട്ട് മീൻ ആണ്. മീൻ മ്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ബട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ മ്യൂ ഇരിക്കുന്ന ആ പ്ലേസിൽ അവിടെ 0 വരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 വരും കേട്ടോ. The mean and variance are equal for which distribution? Mean and variance are equal for which distribution? മീനും വേരിയൻസും ഈക്വൽ ആകുന്ന ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചത് ഏതാണ്? ബൈനോമിയൽ അല്ല, പോയ്സൺ ഡിസ്ട്രിബ്യൂഷനാണ്. ബൈനോമിയലിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? എക്സ് ഫോളോസ് ബി എൻ കോമ പി. ബൈനോമിയലിൽ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ്, മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ്. പക്ഷേ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുമ്പോൾ എക്സ് ഫോളോസ് പി ഓഫ് ലാംഡ, അവിടെയാണ് നമ്മൾ എന്നും പറയുന്നത് മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീൻ ഈക്വൽ ടു, ഇതിൽ ഓർത്തിരിക്കണം, ഗൗസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പേരാണ്. നമ്മൾ സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗൗസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ട്. ഗൗസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 6 and 14. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ മ്യൂ മൈനസ് സിഗ്മ ആൻഡ്
മ്യൂ പ്ലസ് സിഗ്മ. ഈ ഏരിയ ഒക്കെ നല്ല വൃത്തിയായിട്ട് കവർ ചെയ്ത് പോക്കണം. ഇവിടെ നിന്നൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. 15 ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റി സൈഡിൽ നിന്ന് കേട്ടോ. അതിൽ പ്രോബബിലിറ്റിയിൽ മാത്രമായിരിക്കും ബേസ് ലെവലിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ചിപ്സിൻ്റെ കേസ് 1, 2, 3 up to 90 ചിപ്സ് വി ആർ സെലക്ടിങ് 3 ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ മ്യൂ മൈനസ് സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് സിഗ്മ. മ്യൂ മൈനസ് സിഗ്മ ഈക്വൽസ് 6, മ്യൂ പ്ലസ് സിഗ്മ ഈക്വൽസ് 14. എന്താ ക്വസ്റ്റ്യൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. രണ്ടും ആഡ് ചെയ്യുമ്പോൾ 2 മ്യൂ ഇസ് ഈക്വൽ ടു 20, ദെൻ മ്യൂ ഇസ് ഈക്വൽ ടു 10. മ്യൂ 10 ആണെങ്കിൽ സിഗ്മയുടെ വാല്യൂ ഇത് 10 ആണെങ്കിൽ സിഗ്മയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ആൻസർ 4 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതിനകത്ത് 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലാണ്. ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഷുവർ കറക്റ്റാണ്. ആവറേജ് റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇവൻറ്റ്സ് പെർ പീരീഡ് കോൺസ്റ്റൻറ്റ്. കറക്റ്റാണ്. 2 events cannot occur simultaneously. എല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേസുകളാണ്. എല്ലാ കേസിലും ഇവൻറ്റ്സ് ഈ പറയുന്ന പോലെ ആയിരിക്കും. ബൈനോമിയൽ, പോയ്സൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഓരോന്നിനും പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതുന്നുണ്ട്. ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ആവറേജ് റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. 2 events cannot occur simultaneously. ആൻസർ കറക്റ്റാണ്. ഓൾ ഓഫ് ദി എബവ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഗൗസിയൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പേരാണ് ഇത്, Gaussian distribution. ഇനി in regression analysis, which of the following can be in the form of an index number? ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് റിഗ്രഷൻ്റെ ഇമ്പോർട്ടൻസ് പ്രഡിക്ഷൻ ആണ്. ഇൻഡെക്സ് നമ്പേഴ്സിൽ നമ്മൾ ചെയ്യുന്നത് 2018 എന്നൊരു ബേസ് ഇയർ യൂസ് ചെയ്ത് 2023 എന്ന കറണ്ട് ഇയറിലെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യണം. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രഡിക്ഷൻ തന്നെയാണ് നമ്മൾ അവിടെയും ചെയ്യുന്നത്. അത് നമ്മൾ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. 2018 ബേസ് ഇയർ, 2023 കറണ്ട് ഇയർ. ഈ ബേസ് ഇയർ യൂസ് ചെയ്ത് കറണ്ട് ഇയറിൽ പ്രഡിക്ഷൻ നടത്താറുണ്ട്. അതുപോലെ തിരിച്ചും നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് P10 നമ്മൾ കാണാറുണ്ട്, P01 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ഇൻഡെക്സ് നമ്പറിൽ. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഇൻഡെക്സ് കേസിൽ ഏതാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണോ, രണ്ട് ഡിപ്പെൻഡൻറ്റ് അല്ലേ, ഓൺലി 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഓൺലി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അങ്ങനെയല്ല തിരിച്ചും മറിച്ചും എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇൻഡെക്സിൻ്റെ കേസിൽ രണ്ട് രീതിയിലും പ്രഡിക്ഷൻ പോസിബിൾ. എക്സ് തന്നാൽ വൈ പ്രഡിക്റ്റ് ചെയ്യാം, വൈ തന്നാൽ എക്സ് പ്രഡിക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന പോലെ തിരിച്ചും മറിച്ചും ബേസ് ഇയറും കറണ്ട് ഇയറും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് തന്നെ ആൻസർ ഏതായിരിക്കും? ബോത്ത് എ ആൻഡ് ബി. സ്കാറ്റർ ഡയഗ്രാം ഫോർ 2 വേരിയബിൾസ് ഡെവലപ്പിംഗ് എ പാറ്റേൺ ഓഫ് മൾട്ടിപ്പിൾ സർക്കുലർ റിങ്സ് എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ഡയഗ്രാം പഠിക്കുമ്പോൾ അതിൽ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചത് ലോവർ ലെഫ്റ്റ് ടു അപ്പർ റൈറ്റ് ആണ് ലൈൻ പോകുന്നതെങ്കിൽ, പോയിന്റ്സ് നമ്മൾ മൂവ് ചെയ്യുന്നത് ലോവർ ലെഫ്റ്റ് ടു അപ്പർ റൈറ്റ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പർ ലെഫ്റ്റ് ലോവർ റൈറ്റ് ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. ആക്സിസിന് പാരലൽ പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ 0 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈവനായിട്ട് മൾട്ടിപ്പിൾ റിങ്സ് എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫോമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇഫ് ദ പ്ലോട്ടഡ് പോയിന്റ്സ് ഇൻ എ സ്കാറ്റർ ഡയഗ്രാം ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അബൌട്ട് ദി ആക്സിസ് ദെൻ ആർ ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? നോ റിലേഷൻ ആണ്. അതാണ് മൾട്ടിപ്പിൾ സർക്കുലർ റിങ്സ് എന്നാണ് പറയുന്നത്. ആറിൻ്റെ വാല്യൂ 0 ആണ്. ഇപ്പം നമ്മൾ 31 എത്തി. ഇതൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. Which of the following is the best measure to calculate the volatility of stock market? സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വേരിയേഷൻസ് അനലൈസ് ചെയ്യാനായിട്ട് ഡിസ്പേർഷൻ, ഫ്ലക്ച്വേഷൻസ് അനലൈസ് ചെയ്യാൻ എന്നും ബെസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ്. ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, വേരിയേഷൻ, ആ ഫ്ലക്ച്വേഷൻ അനലൈസ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് ടൂൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ്. ഡിസ്പേർഷനിൽ ബെസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. If both regression coefficients are negative, what will be the coefficient of correlation? രണ്ട് റിഗ്രഷൻ കോയിഫിഷ്യൻസും നെഗറ്റീവ് ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, 6 നെഗറ്റീവാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ 6 പോസിറ്റീവാണ്. ഒന്ന് പോസിറ്റീവും നെഗറ്റീവും വന്നാൽ അവിടെ നിന്ന് പരിപാടി നിർത്തിക്കോണം. ഗിവൺ ലൈൻസ് ആർ നോട്ട് റിഗ്രഷൻ ലൈൻസിന്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് റിഗ്രഷൻ കോയിഫിഷ്യൻസ് ആർ നെഗറ്റീവ് വാട്ട് വിൽ ബി ദ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? ഒരു സംശയവും വേണ്ട, നെഗറ്റീവ് കോറിലേഷൻ ആണ്. രണ്ട് റിഗ്രഷൻ കോയിഫിഷ്യൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ സൈൻ നെഗറ്റീവ് സൈൻ തന്നെയാണ്. കോറിലേഷൻ ബിറ്റ്വീൻ അൺറിലേറ്റഡ് വേരിയബിൾസ്. നമ്മളെപ്പോഴും കോറിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് റിലേറ്റഡ് വേരിയബിൾസിലാണ്. ഹൈറ്റും വെയ്റ്റും തമ്മിൽ കോറിലേഷൻ ഉണ്ട്, പ്രൈസും ഡിമാൻഡും തമ്മിൽ കോറിലേഷൻ ഉണ്ട്. ഇത്
അൺറിലേറ്റഡ് വേരിയബിൾസ്, അവിടെയാണ് നമ്മൾ പണ്ട് പഠിക്കുന്നത് സ്പ്യൂരിയസ് കോറിലേഷൻ എന്ന് പറയുന്നൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പ്യൂരിയസ് കോറിലേഷൻ അവിടെ എടുത്ത് പറയുന്നുണ്ട്, രണ്ട് വേരിയബിൾസ് എക്സും വൈയും ഹൈലി കോറിലേറ്റഡ് ആണ്, ബട്ട് വി കനോട്ട് ഫൈൻഡ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദോസ് വേരിയബിൾസ്. വി കനോട്ട് ഫൈൻഡ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളൊരു പക്ഷേ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. രണ്ട് വേരിയബിൾസ് ഹൈലി റിലേറ്റഡ് ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞ ഡ്യൂറിങ് ദ സമ്മർ സീസൺ സെയിൽ ഓഫ് ഐസ്ക്രീം ഇൻക്രീസിങ് ആണ്. ഈ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് പോലുള്ള ഡിസീസിൻ്റെ റേറ്റും വളരെ കൂടുതലാണ്. അപ്പോൾ രണ്ട് വേരിയബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒന്ന് ഐസ്ക്രീമിൻ്റെ സെയിലാണ്, ഒന്ന് ചിക്കൻ പോക്സിൻ്റെ റേറ്റ് ആണ്. സ്മോൾ പോക്സ് ഡിസീസ്, ചിക്കൻ പോക്സ്, ഇങ്ങനെയുള്ളതൊക്കെ ഇൻക്രീസിങ് ആയിരിക്കും സമ്മർ സീസണിൽ. അതിനൊരു ഹിഡൻ ഫാക്ടർ എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ഇവ തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് കോറിലേഷൻ ഉണ്ട്, ബട്ട് അൺറിലേറ്റഡ് വേരിയബിൾസ്, അതാണ് സ്പ്യൂരിയസ് കോറിലേഷൻ. അതാണ് എടുത്ത് പഠിക്കേണ്ടത്. ഇൻ സ്പ്യൂരിയസ് കോറിലേഷൻ ടു വേരിയബിൾസ് ആർ ഹൈലി കോറിലേറ്റഡ്, but we cannot find a cause and effect relationship between those variables. If the regression equation of two variables 5x minus y equal to 4, 3x minus 2y equal to find mean കാണണമെങ്കിൽ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് നോക്കണം. സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട, ഓപ്ഷൻസ് നോക്കി ആൻസർ പറഞ്ഞു പോകാം. അപ്പോൾ എക്സിന് 1, വൈക്കും 1. അപ്പോൾ 5 - 1 4, ഇവിടെയും ഓക്കെയാണ്. 3 - 2 = 1. എൽ തന്നു, എഫ് തന്നു, ഫൈൻ പി. അപ്പോൾ നമ്മൾ പഴയ അതേ ഫോർമുല തന്നെ എഴുതി. എഫ് ഈക്വൽസ് √LP, then f square equals LP, P equals f square by L. ഓപ്ഷനിൽ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. എഫിന് പകരം ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടാവും. എ ബി എന്നോ അങ്ങനെ എന്തോ ആണ് കൊടുത്തിട്ടുള്ളത്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഈസ് ബി ആണ്. അപ്പോൾ ബി സ്ക്വയർ ബൈ എ ആണ് ആൻസർ. Which test should be considered necessary to verify the consistency? കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണമെങ്കിൽ, ഐഡിയൽ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്നും ഓർത്തിരിക്കണം, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും ടൈം റിവേഴ്സൽ ടെസ്റ്റുമാണ്. അഡീക്യൂസി ടെസ്റ്റ് ചെയ്യാൻ 4 ടെസ്റ്റുകളുണ്ട്. യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ബട്ട് നമ്മളിവിടെ ബോത്ത് ബി ആൻഡ് സി, ടൈം റിവേഴ്സൽ ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. സർക്കുലർ ടെസ്റ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡെക്സ്? സർക്കുലർ ടെസ്റ്റ് ഓർത്തിരിക്കേണ്ടത്, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരേ ഒരു ഇൻഡെക്സ് നമ്പർ സർക്കുലർ ടെസ്റ്റാണ്. യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യും. ബട്ട് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരേ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സർക്കുലർ ടെസ്റ്റാണ്. സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് സിമ്പിൾ ജോമെട്രിക് മീൻ ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് ആൻഡ് weighted aggregative with fixed weights. Simple geometric mean of price relatives and weighted aggregative with fixed weights satisfy this test. Weighted aggregative with fixed weights. അതിൽ ഓപ്ഷനിലുണ്ട് simple geometric mean of price relatives. അടുത്ത ക്വസ്റ്റ്യൻ 39th. പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്നാണ് പറഞ്ഞത്. പർച്ചേസിംഗ് പവർ ഓഫ് മണി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് പ്രൈസ് ഇൻഡെക്സ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ ഡിക്രീസ് ചെയ്യാണ്. പർച്ചേസിംഗ് പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് പ്രൈസ് ഇൻഡെക്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 40th one. ഫിഷേഴ്സ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇൻഡെക്സ് നമ്പർ ഈസ് ബേസ്ഡ് ഓൺ. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ജോമെട്രിക് മീൻ ആണ് അവിടെ ബേസ്. നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? എഫ് ഈക്വൽസ് √L × P ആണ്. √L × P, ഇറ്റ് ഈസ് ജോമെട്രിക് മീൻ ആണ്. രണ്ട് നമ്പർ സെയിം മീൻ എന്നാൽ ജോമെട്രിക് മീൻ √AB ആണ്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു √L × P. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഏത് എക്സാം എഴുതിയാലും, എത്ര ടഫ് എക്സാം ആണെങ്കിലും അതിലൊരു 60% ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അത്യാവശ്യം ഒരു ആവറേജ് ലെവലിൽ പഠിച്ചു പോയവർക്ക് 60% ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ നല്ല ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, ടൈം നോക്കുക, ഒരു 3 റൗണ്ടായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നല്ല ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ആൻസർ എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനിയുള്ള സമയം ആകെ കുറച്ച് സമയമേ ഉള്ളൂ. നല്ല രീതിയിൽ
ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്യുക, ഒന്നും കൂടി ഒരു റിവിഷനൊക്കെ നടത്തി എക്സാമിന് പോകുക. ഓൾ ദി ബെസ്റ്റ്, വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ.